ജന്മാദ്യസ്യതന്വയാതിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഖ്യന്തിയൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോത്സിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംബാവരൈരീശ്വര സദ്യോഹൃദ്യവരുദ്ധ്യതേത്ര കൃതി ശുശ്രൂഷിവിത്തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാദനാജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനദോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമദ്യാത്മദീപമതി തീർത്ഥിഷധാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ അഹമേവാസമേവാഗ്രേ നാന്യൽ യൽ സൽപരം പശ്ചാദഹം യഥേതച്ചായോവശിഷ്യേത സോസ്മ്യഹം കൃതേർത്ഥം യൽ പ്രദീയേത ന പ്രദീയേത ചാത്മനി തൽ വിദ്യാ ആത്മനോ മായാം യഥാ ഭാസോ യഥാതമ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേക്ഷനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷുഹം ഏതാവതേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യൽസ്യ സർവത്ര സർവദാ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധരഭവാർണവാത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവത്തിലെ നമുക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റ് നരനാരായണ അവതാരം. ദക്ഷയാഗത്തിൽ 1, 2, 3 അധ്യായങ്ങളും കൂടി പറയണം, 1 മുതൽ 4 വരെ. ഈ ചതുർത്ഥസ്കന്ധത്തിൽ 1 to 4 വരെ എന്ന് പറയുമ്പോൾ ആദ്യം ചതുർത്ഥസ്കന്ധത്തിൽ 31 അധ്യായങ്ങൾ വരുന്നുണ്ട്. അതിൽ സ്കന്ധലക്ഷണം വിസർഗം എന്ന് പറയും. വിസർഗം എന്ന് പറയുമ്പോൾ സകല ചരാചരങ്ങളുടെ സൃഷ്ടി. അത് ഈ 4ാമത്തെ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിലാണ് സർവ്വവിധ ചരാചരങ്ങളുടെയും സൃഷ്ടിയെ പ്രകീർത്തിക്കുന്നതാണ് ആ അധ്യായം എന്നുള്ള. ധർമ്മത്തിൻ്റെ മൂർത്തഭാവമായ ദക്ഷയാഗത്തെയും അർത്ഥത്തിൻ്റെ പ്രതീകമായ ധ്രുവചരിതത്തെയും കാമത്തിൻ്റെ പ്രതീകമായ പൃഥുചരിതത്തെയും മോക്ഷം പുരഞ്ജനോപാഖ്യാനം, ഇങ്ങനെ 4 പ്രകരണമാണ് ചതുർത്ഥസ്കന്ധത്തിൽ വരുന്നത്. 31 അധ്യായങ്ങളെ കൊണ്ട് പ്രകീർത്തിക്കുന്നു. പ്രധാനമായും പറയണത് മനുപുത്രിമാരുടെ വംശപരമ്പര. അത് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്വയംഭൂമനു. ഈ സ്വയംഭൂമനുവിൻ്റെ പുത്രിമാരുടെ വംശപരമ്പരയാണ് 1ാമത്തെ അധ്യായത്തിൽ അനവധി പറയണത്. പേരുകൾ തന്നെ വായിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നമുക്ക് ഒരു ദിവസം മുഴുവൻ എടുത്താൽ സാധിക്കില്ല. അത്ര വംശപരമ്പരയാണ് അവിടെ വരണമെന്നുള്ള. പ്രധാനമായും 3 പുത്രിമാർ, 2 പുത്രന്മാർ സ്വയംഭൂമനും ശതരൂപയ്ക്കും ഉണ്ടായി. പുത്രിമാരുടെ പേരാണ് ആകൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ദേവഹൂതിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ആകൂതി അല്ലെങ്കിൽ പ്രസൂതി എന്നുള്ള മക്കളുടെ കഥ, 3 പെൺമക്കളും 2 ആൺമക്കളുമാണ്. അവരുടെ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടത്. പ്രിയവ്രതൻ, ഉത്താനപാദൻ 2 ആൺകുട്ടികൾ, അങ്ങനെ 5 കുട്ടികളിൽ നിന്നുണ്ടായിട്ടുള്ള വംശപരമ്പരയാണ്. ഇവരെയൊക്കെ യഥാവിധം കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ യഥാവിധം വേണ്ടപ്പെട്ടവർക്ക്, യോജിച്ചവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ, മനുവിൻ്റെ കന്യകകളുടെ വംശവർണ്ണനം പറയുമ്പോൾ ഫലം യജ്ഞാവതാരം നമ്മൾക്ക് കിട്ടുന്നു. ഇപ്പം നമ്മളിവിടെ ശ്രീമദ് ഭാഗവത്തിൽ 42ാമത്തെ അഖില ഭാരത സത്രം നമ്മൾ നടത്തുമ്പോൾ എത്രയോ യജ്ഞങ്ങൾ നമ്മൾ പിന്നിട്ട് വന്നു. ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആ യജ്ഞം നമ്മൾ ഈ വംശപരമ്പര പറഞ്ഞു വരുമ്പോൾ, ആ വംശങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് യജ്ഞാവതാരം എന്ന് പറയുന്ന ഒരു ദേവനെ നമ്മൾക്കവിടെ കിട്ടുകയാണ് എന്നുള്ളതാണ്. യജ്ഞാവതാരം അവിടെ ഉണ്ടായി എന്നുള്ള. അപ്പം വംശപരമ്പര പറഞ്ഞു വരുമ്പോൾ തന്നെ സ്വയംഭൂമനു തൻ്റെ പുത്രിയായിട്ടുള്ള ആകൂതിയെ
രുചി പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ കാണാം നമുക്ക് ചതുർത്ഥ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പുത്രികാധർമ്മ വിധി. സാധാരണ നമ്മൾ ഭാഗവതം വായിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ ശ്രദ്ധിക്കാറില്ല. പക്ഷേ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഞങ്ങളൊരു 10-35 പേര് പോയിട്ടുണ്ടായിരുന്നു സപ്താഹം നടത്താൻ വേണ്ടിയിട്ട്. വേറെ ഞങ്ങളുടെ കൂടെ തന്നെ ഗുരുവായൂർ ബേസായിട്ട് കുറച്ച് ആൾക്കാരും വന്നു. അവിടുന്ന് ഒരാൾ നമ്മളോട് വൃന്ദാവനത്തിൽ ചോദിക്കുകയാണ്, പുത്രികാധർമ്മ വിധി എന്താണ്? അപ്പോൾ കിടന്നു ഉരുണ്ടു. അത്യാവശ്യം എന്തോ മനസ്സിലാവുന്നവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വീണ്ടും ഈ സബ്ജക്റ്റ് നമുക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് വിശകലനം ചെയ്ത് പഠിക്കാൻ എന്താണ് പുത്രികാധർമ്മ വിധി അത് മനസ്സിലാവണല്ലോ. അല്ലാണ്ട് അറിയാതെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നോക്കിയപ്പോൾ എന്താണെന്നാണെങ്കിൽ, സ്വയംഭൂ മനുവിന്റെ ആവശ്യപ്രകാരം രുചിപ്രജാപതിക്ക് ആകൂതിയെ വേളി കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആവശ്യപ്പെടുകയാണ്, അതിലുണ്ടാവുന്ന പുത്രനെ എനിക്ക് തരണം. അതാണ് പുത്രികാധർമ്മവിധി. നമുക്കറിയണ്ടായിരുന്നില്ലേ എന്താന്ന്. അപ്പോൾ ഓരോ വാക്കുകളും വരുമ്പോൾ പണ്ഡിറ്റ് ഗോപാലൻ നായർ അതിപ്രധാനമായിട്ട് വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഓരോ വാക്കിനും അതിന് പ്രധാനമായിട്ടുള്ള അർത്ഥങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് വിഷമിക്കാനുള്ളത്. പക്ഷെ അതെടുത്ത് വായിക്കണമെങ്കിൽ ഒരു ജന്മം തപസ്സിരുന്നാലും കൂടി നമുക്ക് സാധിക്കില്ല, അത്രയാണ് ആ വ്യാഖ്യാനം. അപ്പോൾ പുത്രികാധർമ്മ വിധിപ്രകാരം ഞങ്ങൾക്ക് ആ ഉണ്ണിയെ തരണം എന്ന് പറഞ്ഞു. അതിൽ പ്രകാരം അവിടെ ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. എൻ്റെ മകള് പ്രസവിച്ചുണ്ടാക്കുന്ന കുട്ടി. സാധാരണഗതിയിൽ മുത്തശ്ശന് ആൺകുട്ടികളില്ലെങ്കിലാണ് ഈ കുട്ടിയെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ 2 പുത്രന്മാരുണ്ട്, താനപാദനും പ്രിയവ്രതനും ഉണ്ട്. എന്നിട്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താ കാരണം? ഈ രുചിപ്രജാപതിയിലും ആകൂതിയിലും ഉണ്ടാവുന്ന ആ ഉണ്ണി സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വരണത് എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ ആ ഭഗവത് സമാഗമം എനിക്ക് എത്ര കിട്ടിയാലും മതി വരില്ല. ഇതുകൊണ്ടാണ് ആ ഉണ്ണിയെ എനിക്ക് തരണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ രുചിപ്രജാപതിയില് ആകൂതിക്കുണ്ടായിട്ടുള്ള പുരുഷനാണ് യജ്ഞൻ. ആ യജ്ഞമാണ് നമ്മൾ യജ്ഞപുരുഷനായി സമർപ്പിച്ചും കൊണ്ട് ഭഗവാന് വേണ്ടി ഇവിടെ ചെയ്യുന്ന യജ്ഞം. ഇതാണ് ആര്? മഹാവിഷ്ണുവിന്റെ അവതാരസ്വരൂപനമായിട്ടുള്ള യജ്ഞൻ. ആ യജ്ഞനെയാണ് ആര് കൊണ്ടുപോയി? സ്വയംഭൂ മനുവിന് വിധിപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിധിപ്രകാരം അങ്ങോട്ട് കൊടുത്തു. പിന്നെയോ ഈ യജ്ഞൻ വരുമ്പോൾ ഒപ്പം തന്നെ ഈ ആകൂതിയിലും രുചിപ്രജാപതിയിലും ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ട് ആരുണ്ടായി? ദക്ഷിണാദേവി. നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദക്ഷിണ എത്ര കിട്ടും, എന്താ ദക്ഷിണ അവിടെ നിങ്ങൾക്കെന്നെ. നമ്മൾക്ക് ഇത് പറയാൻ കിട്ടുന്നത് ഏറ്റവും വലിയ പുണ്യം അല്ലെ. പിന്നെ ദക്ഷിണയായിട്ട് വേണ്ട എന്താ? ഒരു കോയിൻ. ഇതാണ്. ആ ദക്ഷിണ ഇല്ലെങ്കിൽ എന്തായി? ഈ യജ്ഞത്തിന് ഫലമില്ലാതെ വരുന്നുള്ളതാണ്. അപ്പൊ യജ്ഞൻ അവിടെ വരുമ്പോൾ ദക്ഷിണാദേവി കൂടി ഒപ്പം ഉണ്ടെങ്കിലാണ് യജ്ഞം സബലീകരിക്കുള്ളൂ. ഇതാണ് ദക്ഷിണാദേവി. അതല്ലാണ്ട് കുറെ വെറ്റിലയിലും അടക്കയിലും നമ്മൾ കുറെ കടലാസ് വെച്ച് കൊടുക്കുന്നതല്ല എന്ത് ദക്ഷിണ. അതൊരു ദേവിയാണ്. ആ ദേവിയുടെ സമാഗമം നമ്മുടെ യജ്ഞവേദിയിൽ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? യജ്ഞപുരുഷനോട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ദേവിയാണ്, മഹാലക്ഷ്മി സ്വരൂപമായിട്ടുള്ള ദേവിയാണ് ആര്? ഈ ദക്ഷിണാദേവി എന്നുള്ള. അങ്ങനെ യജ്ഞനെ മനുവിനും ദക്ഷിണയെ രുചിപ്രജാപതിയായിട്ടുള്ള അച്ഛനും സ്വീകരിച്ചു. കാരണം പെൺകുട്ടിയായതുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിലും എനിക്ക് വേണം എന്നുള്ളത് ഇവിടെ ആരും വാശി പിടിച്ചില്ല. സ്വയംഭൂമനു വാശി പിടിച്ചിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛന് തന്നെ ദക്ഷിണാദേവിയെ കൊടുത്തു. അങ്ങനെ യജ്ഞനെ മനുവിനും പെടുത്തി എന്നുള്ള. അപ്പോൾ യജ്ഞം എന്ന് പറയുമ്പോൾ സർവമന്ത്രങ്ങൾക്കും യജ്ഞാദി കർമ്മങ്ങൾക്കും സമുചിത ഫലത്തെ നൽകി. നമ്മളിപ്പോൾ നടത്തുന്നത് എന്താ? ഒരു മഹായജ്ഞയാണ്. അതും 42ാമത്തെ അഖില ഭാരത സത്രസമിതി നിർവിഘ്നം തുടർന്നു വരണം എന്നുണ്ടെങ്കിൽ ഇത് ഭാരവാഹികളുടെ കഴിവാണോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കഴിവാണോ സജ്ജനങ്ങളുടെ കഴിവാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കഴിവാണ്. ഇതിലുപരി ഗുരുവായൂരപ്പന്റെ ഒരു നിയോഗം. ആ നിയോഗത്തിനെ ആരെങ്കിലും തെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അവരെ ആരും വെറുതെ വിടില്ല എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. കാരണം ഭഗവാന്റെ കാര്യങ്ങളാണ് നടത്താൻ മോഹിക്കുന്നത് അല്ലേ. അല്ലാണ്ട് വേറെ കുറെ നമ്മൾ കുറെ ആർഭാടായിട്ടുള്ള വേറൊരു കാര്യങ്ങൾ ഭഗവാന്റെ കഥകൾ പറയുക, അല്ലെങ്കിൽ അതിലൊരു വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് ശ്രീമൽ ഭാഗവത അഖില ഭാരത സത്രസമിതി രൂപം കൊണ്ടതിൻ്റെ പ്രധാന ലക്ഷ്യം.
ഇവിടെ അത് പറയാതിരിക്കാൻ വയ്യ, കാരണം യജ്ഞനെയാണ് ഇവിടെ പറയണത് ആ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ. അങ്ങനെ ദക്ഷിണാദേവി അവിടെ പറഞ്ഞു. അപ്പൊ യജ്ഞം നന്നാവണം എന്നുണ്ടെങ്കിൽ എന്താ, യജ്ഞാദി കർമ്മങ്ങൾക്ക് സമുചിത ബലത്തെ നൽകി മന്ത്രങ്ങളെയും കർമ്മഫലത്തെയും വേണ്ട പോലെ ഭഗവാൻ രക്ഷിക്കുകയാണ് ഇവിടെ. ഭഗവാൻ രക്ഷിക്കില്ല എന്നെങ്കിൽ എങ്ങനെ ഒരു യജ്ഞം വേണ്ട പോലെ ആവുക? അപ്പൊ എവിടെയെങ്കിലും യജ്ഞത്തിന് വിഘ്നം വരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഭഗവാന് എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ ഭഗവാനാണ് യജ്ഞത്തെ രക്ഷിച്ച് പരിപാലിച്ച് പോഷിപ്പിച്ച് നടത്തുന്നത്, അല്ലാണ്ട് നമ്മളുടെ. പക്ഷെ നമ്മുടെയൊക്കെ ഒപ്പം നിന്ന് ഒരേപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇതേപോലെ ഒരു യജ്ഞം സഫലമാക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. ഇവിടെ ഈ യജ്ഞനും ദക്ഷിണാദേവിയും ഒരേ അമ്മയുടെ മക്കളാണ് എന്ന് പറയണം. അപ്പോൾ സാധാരണ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു വിരോധാഭാസം തോന്നുന്നു, അവർ തമ്മിൽ എങ്ങനെയാ വിവാഹം കഴിച്ചതെന്നുള്ളത്. പക്ഷേ മഹാത്മാക്കളുടെ രീതി അനുകരിക്കാനുള്ളതല്ല. അത് തന്നെയാണ് നമുക്ക് ശ്രീകൃഷ്ണ അവതാരത്തിലും കാണാൻ സാധിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ അവതാരം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ പലവിധ ലീലകളും ആടിയിട്ടുണ്ട്. ആ ലീലകൾ നമ്മൾക്ക് കേട്ട് ആസ്വദിച്ച് നമുക്ക് സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിക്കാനുള്ളതാ, അനുകരിക്കാനുള്ളതല്ല. വേണമെങ്കിൽ രാമനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ശ്രീരാമചന്ദ്രസ്വാമി എന്ന രാമനാമയാണ്, വേണമെങ്കിൽ അനുകരിക്കാൻ ശ്രമിച്ചോളൂ. അവിടെ എന്താ വരണത്? അവിടെ വരണത് മാതൃസ്നേഹം, പിതൃസ്നേഹം, സഹോദര സ്നേഹം, പത്നി സ്നേഹം ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലും ഒരു കൂടി. അപ്പൊ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ല എന്നുള്ളതല്ല, ഇവിടെ ഒരു പടി കൂടി ഉയർന്നിട്ടാണ് അവിടെ നിൽക്കുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണിച്ചു തരാൻ. ശ്രീകൃഷ്ണ പരമാത്മാവ് അനവധി കാര്യങ്ങൾ ലോകത്ത് ചെയ്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് അനുകരിക്കാൻ ഉള്ളതല്ല. അതേപോലെ ഈ സാധാരണ ജനം വിഷം കഴിച്ചാൽ മരിക്കും എന്ന് പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ മഹാത്മാക്കളുടെ കാര്യം നമ്മൾ പിന്തുടരാനോ അനുകരിക്കാനോ ശ്രമിച്ചാൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ പാലാഴി മദന സമയത്ത് മഹാദേവൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടത്, സാധാരണ ഒരു ജനത്തിനെ കൊണ്ടത്. അപ്പൊ ഒരു വിരോധാഭാസമായിട്ട് അത് മാറരുത്. അഗ്നിക്ക് അമൃതും വിഷും ഒരുപോലെ തന്നെയാണ് എന്ന് പറയണം. പിന്നെ മന്വന്തരത്തിൽ പറയുമ്പോൾ സ്വയംഭൂമനുവിന്റെ വംശപരമ്പര പറയുമ്പോൾ അനവധി പേരുകളുണ്ട്. നമുക്ക് അത്രയൊന്നും സമയമില്ല നമുക്ക്. ശാസ്ത്ര സിദ്ധാന്ത പ്രകാരം മനു, ദേവന്മാര്, മനുപുത്രന്മാര്, ദേവേന്ദ്രൻ, ഋഷികള്, വിഷ്ണുവിന്റെ അംശമായിട്ടുള്ള യജ്ഞാവതാരം, ഈ 6 അംഗങ്ങൾ 6 വിധക്കാര് അടങ്ങിയതാണ് ഒരു മനുവിന്റെ കാലം എന്ന് പറയുന്നത്. ആ മനുവിന്റെ കാലം സ്വയംഭൂവ മന്വന്തരം സമ്പൂർണമായി തീർന്നു എന്ന് പറഞ്ഞു. എന്താ കാരണം? വേണ്ട പോലെ ഭരണകർത്താക്കള് യജ്ഞം നടത്താനുള്ള അവകാശം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള. അപ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം എന്താ ഉള്ളൂ, സമ്പൂർണമാവുള്ളൂ. അങ്ങനെ ആ മനുവിന്, അതുകൊണ്ടാണ് ഈ യജ്ഞനെ മനുവിന് വേണം എന്നുള്ളത് മനു വാശി പിടിക്കാൻ കാരണം. അങ്ങനെ അനവധി യജ്ഞങ്ങൾ സ്വയംഭൂ മനു അവിടെ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കർത്തവനെ ദേവഹൂതിക്ക് കൊടുത്ത കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷന് പ്രസൂതിയെ നൽകി. ഇവരിൽ നിന്ന് സൃഷ്ടിവർഗം, ത്രൈലോക്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടിവർഗം ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് 15ാമത്തെ ശ്ലോകത്തില്, ചതുർത്ഥ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകം നമുക്ക് കാണാം. അത്രേ പത്നി അനസൂയ ശ്രീവൽ യജ്ഞേ സുതാൻ ദത്തം ദുർവാസം സോമമാത്മേശ ബ്രഹ്മസംഭവാൻ. അത്രിയുടെ പത്നിയായിട്ടുള്ള അനസൂയയിൽ 3 പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു. വംശപരമ്പരയാണ് എവിടെ പറയണത്. അപ്പോൾ അതില് ശ്രീഹരി ദത്തനായിട്ടും പരമശിവൻ ദുർവാസസായിട്ടും ബ്രഹ്മാവിന്റെ അംശമായിട്ട് സോമനും അവതരിച്ചു. ആരില്? അത്രിയിലും പത്നിയായിരിക്കുന്ന അനസൂയയിലും. അവിടെ വിതുര മഹാശയന് കാര്യങ്ങളും കഥകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം. എന്താ, ഈ 3 പേരും കൂടി ഒരുപോലെ അങ്ങനെ അത്രിയുടെ പുത്രന്മാരായിട്ട് വരാൻ കാരണം എന്താ? അതില് മഹത്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടല്ലോ എന്നുള്ള വിതുര മഹാശയന് തോന്നുകയാണ്. ആ തോന്നല് തൻ്റെ ഗുരുനാഥനായിട്ടുള്ള മൈത്രേയ മഹർഷിയോട് ചോദിച്ചപ്പോൾ മൈത്രേയ മഹർഷിയോട് വിശദീകരിച്ചു കൊടുക്കണു. എന്താണ്? ബ്രഹ്മദേവന്റെ ആജ്ഞയോടുകൂടി അത്രി ഋക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഋഷി, അതിൽ ഋക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതത്തില് തപസ് അനുഷ്ഠിക്കാൻ പോയി അവിടെ 100 സംവത്സരക്കാലം പ്രാണായാമത്തോടെ തപസ് ചെയ്തു. എന്താണ് ഈ പ്രാണായാമത്തോടെ തപസ് ചെയ്യുക എന്ന് പറഞ്ഞാല്? നമ്മളൊക്കെ എല്ലാവരും പ്രാണായാമം ശീലിക്കണവരാവും അല്ലേ? എല്ലാവർക്കും അറിയാം എന്താണ്. രാവിലെ എണീറ്റിട്ട് മൂക്ക് അടച്ചു പിടിക്കുക, തല പിടിച്ച് പിടിക്കുക, അങ്ങനെ പിടിക്കുക, ഇതൊക്കെ നമ്മൾ പ്രാണായാമം ചെയ്യണതാ. ഈ പ്രാണായാമം ഒന്നും കഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ അങ്ങനെ ധ്യാനിച്ച് ഒന്നിങ്ങനെ ഉണരുമ്പോൾ ചോദിക്കുക, ഭഗവാനെ
ഇന്നലെ ഉറക്കിയിട്ടുള്ള എന്നെ അങ്ങ് ഇതാ ഉണർത്തിയില്ലോ. ഇന്നത്തെ കർമ്മം അത് അങ്ങയ്ക്ക് പ്രീതികരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ അതല്ലേ ഭഗവാനെ അങ്ങയുടെ ഭഗവത് പ്രീതി ഞാൻ അനുഭവിക്കാനുള്ള ഭാഗ്യം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചെണ്ണീച്ചാൽ മതി. അവിടെ ഒരു പ്രാണായാമോ അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ്സിനോ ഒന്നും പോകേണ്ട ഒരാവശ്യമില്ല. ഈശ്വരനിൽ നമ്മൾ എല്ലാ വൃഷ്ടി സമഷ്ടി ഭാവത്തെ ഇതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം ഭഗവാനാണെന്ന് കണ്ട് അവിടെ ഇങ്ങനെ സമർപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായി മൂലാധാരോ സ്വാധിഷ്ഠാനോ മണിപൂരകോ വിശുദ്ധിയോ ആജ്ഞയോ സഹസ്രാധാരോ ഇതൊന്നും വേറെയല്ല. ഇതൊക്കെ എന്നിലുള്ള പല 6 ഘടകങ്ങളാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടാനാണ് ഞാൻ എന്ത് ചെയ്യണത്, യജ്ഞം നടത്തണതും അതല്ലെങ്കിൽ ഞാൻ ധ്യാനത്തിലിരിക്കണതും യോഗത്തിലിരിക്കണതും യോഗാഭ്യാസം ചെയ്യണതും ഒക്കെ ഇതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കിട്ടും എന്നുള്ളത് പറയണം. ഇവിടെ നമുക്ക് അനസൂയ ദേവിയുടെ മാഹാത്മ്യം കാണാം. ആരാണ് അനസൂയ? അത്രിയുടെ പത്നി എന്ന് പറഞ്ഞു. അത്രി ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു ഋഷിദേവനാണ്. അപ്പോൾ ഒരു ഭർത്താവിന് യോജിച്ച തരത്തിലുള്ള ഒരു ഭാര്യയെ നൽകുക എന്നുള്ളത് ഇവിടെ സ്വയംഭൂമനു വേണ്ട പോലെ തന്നെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പം അത്രയ്ക്ക് യോജിച്ചിട്ടുള്ള അനസൂയയെ തന്നെ അവിടെ കിട്ടിയിറക്കണം. ഈ അനസൂയയ്ക്ക് എന്താ പ്രാധാന്യം ചോദിച്ചാൽ ഞങ്ങളൊക്കെ രാമായണം വായിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അനസൂയ ദേവി എന്താണ് രാമനും സീതയ്ക്കും ലക്ഷ്മണനും കൊടുത്തതെന്നൊക്കെ അതിൽ കാണാം. എവിടെ രാമായണത്തിൽ കർക്കിടക മാസത്തിൽ എടുക്കൂലോ. അപ്പോൾ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അതാണ് അനസൂയ ദേവി. അവിടെ പതിവ്രതാധർമ്മത്തെ വേണ്ട തരത്തിൽ രാമന്റെ പത്നിയെ ആയിട്ടുള്ള സീതയെ ഉപദേശിക്കാൻ പ്രാപ്തയായ ഒരു യോഗിനിയായിരുന്നു ആര്? അനസൂയാദേവി. അതുകൊണ്ടാണ് അനസൂയയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ, അത്രിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ അത്രി മഹർഷി പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് പൊക്കോളൂ, അവിടെ ആരുണ്ട്? ദേവിയുണ്ട്, കുട്ടിക്ക് വേണ്ട ഉപദേശം അവിടുന്ന് തരും എന്നുള്ളത് പറഞ്ഞു. അവിടെ പറഞ്ഞു കൊടുത്ത് പതിവ്രതാധർമ്മം അത് വേണ്ട പോലെ ആചരിക്കുന്ന ഒരാൾക്കാണ് മറ്റുള്ളവരെ ആചരിക്കാൻ പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുള്ളൂ. അത് അനസൂയാദേവിക്ക് ഉണ്ടായിരുന്നു. അനസൂയാദേവിയുടെ മഹത്വമാണ്, പാതിവ്രത്യം വിഖ്യാതമാണ് എന്ന് പറഞ്ഞു. എന്താ ഇതിനൊരു കഥാരൂപത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു രസം ഉണ്ടാവും. ഉച്ചനേരമൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ടുള്ള ത്രിമൂർത്തികൾ, ഈ ത്രിമൂർത്തികൾ താപസവേഷ്ടം പൂണ്ടിട്ട് അത്രിയാശ്രമത്തിൽ ഒരിക്കൽ ചെല്ലുകയാണ്. അത്രിയുടെ ആശ്രമത്തിലടുത്തെത്തി അതിഥികളായി വരുന്നവർ തപസ്വികളാണ് എന്ന് മനസ്സിലായിട്ടുള്ള ദേവി അനസൂയാദേവി എന്തു ചെയ്തു? അവരെ അതിഥി സൽക്കാരം ചെയ്യാനായി ക്ഷണിച്ചു. എന്തു പറഞ്ഞു? എൻ്റെ ആതിഥ്യ മര്യാദ നിങ്ങളിലൂടെ എനിക്ക് സഫലമാക്കണം, അതിന് എൻ്റെ ആതിഥ്യം സ്വീകരിച്ചാലും, നിങ്ങൾ താപസന്മാരാണല്ലോ, തപസ്സികളാണല്ലോ, അതുകൊണ്ട് എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആതിഥ്യം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് ഭിക്ഷ എന്തെങ്കിലും തരണം. പക്ഷേ ഒന്നുണ്ട്, ദേവി എന്തു ചെയ്യണം? വിവസ്ത്രയായി ഞങ്ങൾക്ക് ആഹാരം വിളമ്പി തരണം. കേട്ടുടനെ ദേവിക്ക് മനസ്സിലായി, ശരിയെന്ന് സമ്മതിച്ചു. എന്തുകൊണ്ട്? എൻ്റെ പാതിവ്രത്യ ധർമ്മം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവരാവശ്യപ്പെട്ടിട്ടുള്ള ആ കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കണേ ഭഗവാനെ. അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായിട്ടിരിക്കുന്ന പതി എന്ന് പറഞ്ഞാൽ ആരാ? പാലിക്കുന്നവൻ. അത് ഭഗവാനും ആവാം ഭർത്താവും ആവാം. ഭർത്താവ് വേണ്ട തരത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് പതി, അല്ലേ? അല്ലെങ്കിൽ ആരായി? യോഗേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ, അത് തന്നെയാണ് പതി. അവിടെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച നിമിഷം എന്താ? ഇവർ ത്രിമൂർത്തികൾ 3 പേരും 3 കുഞ്ഞു കുട്ടികളായി അവിടെ വന്നു. ഈ കുഞ്ഞു കുട്ടികളാവുമ്പോൾ എന്തായി? നമുക്ക് വേണ്ട പോലെ ഏത് തരം ആഹാരം, സ്തന്യപാനം അടക്കം ചെയ്യിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നു. ആ ത്രിമൂർത്തികളെ കുഞ്ഞു കുട്ടികളായിട്ട് അവിടെ കിടത്താൻ ഉള്ള യോഗിനിയായിരുന്നു തപസ്സുകൊണ്ട് ആര്? അത്രിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയാദേവി. ഈ അനസൂയാദേവി കുഞ്ഞുമക്കളായി കിടന്ന സമയത്ത് ഇവർക്ക് വേണ്ട തരത്തിൽ ആഹാരാദികളൊക്കെ കൊടുത്തു. എന്ത് ചെയ്തു? അവരെയൊക്കെ വിശ്രമിക്കാൻ വേണ്ടി 3 തൊട്ടിലൊക്കെ കെട്ടി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അംശാവതാരം നേരത്തെ പറഞ്ഞിട്ടല്ലോ, അവരെ അവിടെ കിടത്തി. നേരം കഴിഞ്ഞു. ഭർത്താക്കന്മാരെ കാണാനില്ലെങ്കിൽ സ്നേഹനിധികളായിട്ടുള്ള ഭാര്യമാരെന്തായാലും അന്വേഷിക്കും എന്നുള്ളത് ഉറപ്പാണല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയിക്കോട്ടെ. അങ്ങനെ ചിന്തിക്കുന്നവരല്ല പാതിവ്രത്യധർമ്മത്തിന് ഉടമയായിട്ടുള്ള ആ അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടിയിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ ഒരു ലേശം നേരത്തെ വൈകല് ഉണ്ടെങ്കിൽ അവർക്ക് പിടയ്ക്കും എന്നുള്ള, ഉള്ളു ചുട്ടുപൊള്ളും എവിടെയാണെന്നറിയാതെ. അങ്ങനെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയച്ചു, ഫോൺ ചെയ്തു എന്നൊക്കെ പറയാം. അപ്പോൾ 3 പേരും ഇവിടെ എത്തിയിട്ടില്ല. മഹേശ്വരനെ എത്തിയിട്ടില്ല, ബ്രഹ്മാവ് എത്തിയിട്ടില്ല, വിഷ്ണു എത്തിയിട്ടില്ല. അവർ 3 പേരും കൂടി ഒന്നായി. അപ്പോൾ എല്ലാവരും ഒന്നാണ്. ഇവിടെ വേറെ വേറെ നമ്മൾ കാണണം, നമ്മുടെ അജ്ഞാനമുണ്ട് നമുക്ക്, അത് വേറെ ഇത് വേറെ നമുക്ക് തോന്നാം. അവർ ഒന്നായി. അവർ പറഞ്ഞു നമുക്ക് പോയി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ പോയി അത്രിയാശ്രമത്തിലെത്തി. അത്രിയാശ്രമത്തിലെത്തിയ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ
2-3 പേര് ഇവിടെ വന്നിട്ടുണ്ടോ? ഞങ്ങളിങ്ങനെ ലക്ഷ്മിയും പാർവതിയും സരസ്വതിയൊക്കെയാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാണാനില്ല, അതുകൊണ്ട് തെരഞ്ഞു നടക്കുകയാണെന്ന് പറഞ്ഞു. അനസൂയാദേവി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താക്കന്മാരാണോ കുറച്ചു മുമ്പ് അങ്ങനെ ആതിഥ്യം സ്വീകരിക്കാൻ വേണ്ടി താമസികളുടെ വേഷമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു? അവരിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ആ നേരത്തെ ഞാൻ എൻ്റെ പതിവ്രതാധർമ്മം വേണ്ട പോലെ നിറവേറ്റുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇതാ സഹായിച്ചു, ഇതാ കിടക്കണോ തൊട്ടിൽ എടുത്തുകൊണ്ട് കൊള്ളാൻ പറഞ്ഞു. അവർക്ക് വേണം അവിടുന്ന് പോകുന്ന എങ്ങനെയാ വിചാരിച്ചാൽ താപസന്മാരായിട്ട് ഇവിടെ വന്നേന്ന് പറഞ്ഞില്ലേ, അതുപോലെ തിരിച്ചു തരണേന്ന് പറഞ്ഞ് ലക്ഷ്മിയും സരസ്വതിയും പാർവതീദേവിയും ഈ അനസൂയാദേവിയുടെ പാദത്തിൽ നമസ്കരിച്ചു. ആ സമയത്ത് അനസൂയാദേവി തൻ്റെ പാതിവ്രത്യാധർമ്മം മുറുകെ പിടിച്ചിട്ടുള്ള ആ ദേവി ആ പൂർവ്വസ്ഥിതിയിൽ ആ ഭർത്താക്കന്മാരാക്കി അവർ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെ അത് കഥയാണ്. കഥ എന്ന് പറയാൻ പറ്റില്ല, കാരണം ആയിടം കേശവേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നു. പക്ഷെ എങ്കിലും അതിൻ്റെ യഥാർത്ഥ രൂപം കിട്ടണമെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റ് നമുക്കൊരാൾ തരുമ്പോൾ നമുക്കതിനെ പറ്റിയിട്ട് വ്യക്തത ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ വേറൊരാളോട് പറയാവൂ. നമുക്ക് വ്യക്തത ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറയാതിരിക്കുകയാണെന്നല്ല. അപ്പോൾ 2-3 ആളോട് ചോദിച്ച് നമ്മളതിൻ്റെ രൂപം തിട്ടപ്പെടുത്തിയിട്ട് പറയുമ്പോൾ എന്താ വെച്ചാൽ മഹാത്മാക്കളാണ്, അവർക്കത് അറിഞ്ഞിട്ടാവും പറഞ്ഞു തരേണ്ടതെന്നുള്ള. അപ്പോൾ ആ മഹാത്മാവിനെ കൂടി ഞാൻ ഈ നേരത്തെ ഇവിടെ അനുസ്മരിക്കുകയാണ്. പറഞ്ഞെന്നുണ്ടായിരുന്നു കഥ ഗുരുനാഥൻ, പക്ഷെ വേണ്ട പോലെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ കിട്ടാത്ത കാരണം എന്നുള്ളതാണ്. അങ്ങനെ അനസൂയാദേവിയുടെ പാതിവ്രത്യ മഹാത്മ്യം അങ്ങനെ കുറേ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? പാതിവ്രത്യ മഹാത്മ്യത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ നമുക്ക് സമയം തികയില്ല. ശീലാവതിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗൃഹസ്ഥ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും പവിത്രമായിട്ടുള്ള ഒരാശ്രമം വേറെ ഇല്ല. ഇപ്പം സന്യാസാശ്രമത്തിനും മോശമുണ്ട് എന്നല്ല പറയണേ, ബ്രഹ്മചര്യ ആശ്രമത്തിനും മോശമുണ്ട് എന്നല്ല പറയണേ, വാനപ്രസ്ഥ ആശ്രമത്തിന് കേമുണ്ട് എന്നല്ല പറഞ്ഞത്. എല്ലാ ആശ്രമവും അതാതിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ എല്ലാ ആശ്രമവും അതാതിൻ്റെ കേമത്തിൽ വർത്തിക്കുന്നത് തന്നെയാണ്. പക്ഷെ കുറച്ച് കൂടുതൽ പറയണമെങ്കിൽ ഗൃഹസ്ഥാശ്രമമാണ്. അവിടെ ഇരിക്കുന്നതിൽ 3-4 ആളെയൊക്കെ നമുക്ക് സന്യാസാശ്രമത്തിൽ കാണാനുള്ളൂ അല്ലേ, ബാക്കി എല്ലാവരും ഗൃഹസ്ഥാശ്രമമാണ്. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മികൾക്ക് ധർമ്മം വേണ്ട പോലെ നിലനിർത്താൻ നമ്മളുടെ പാതിവ്രത്യാധർമ്മം ഒന്ന് മാത്രം മതി. സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ? അല്ല, പുരുഷന്മാർക്കും ഇത് ബാധകമാണ്. അവനെ ശീലാവതിയുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല്ലേ? ഗൃഹസ്ഥാശ്രമത്തിൽ പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. പത്നി പതിയെയും പതി പത്നിയെയും വേണ്ട പോലെ ആദരിക്കലാണ്. തങ്ങൾക്കുണ്ടായിട്ടുള്ള മക്കളെയും വേണ്ട പോലെ ആചാര അനുഷ്ഠാനങ്ങൾ പറഞ്ഞു കൊടുത്ത് വേണ്ട തരത്തിൽ നയിക്കുന്നവരായിരിക്കണം ആര്? പേരൻസ് എന്ന് പറയുന്നത്. ദമ്പതികൾ എങ്ങനെയാവണം? അവരുടെ ആ ഒരു ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് തക്ക വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരാകണം. അതില്ലാത്ത കാരണമല്ലേ ഇന്ന് കോളേജിൽ കുട്ടികളൊക്കെ പോയിട്ട് ഇന്നിപ്പോൾ എന്തിനാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലും അല്ലെങ്കിൽ 24 ചാനലിലും ഉത്തര കിടന്നവർ വെളിച്ചപ്പെടുന്നത്? നമ്മുടെ കുട്ടികളെ നമ്മളുടെ നിലയ്ക്ക് നിർത്താൻ നമ്മൾക്ക് പറ്റാതെ അടുത്ത വീട്ടുകാർ നിലനിർത്താൻ പറ്റുമോ? നമ്മളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ സംസ്കാരം പഠിക്കേണ്ടത് അല്ലേ? നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളുടെ മക്കൾക്ക് വേണ്ടുന്ന ഒരു ഉപദേശങ്ങൾ കൊടുക്കുക. പിന്നെ വരുള്ളൂ മാതാപിതാ, ഗുരു, ദൈവം. ദൈവത്തെ പോലെ കാണൂ ആരെ? അമ്മയെ. ദൈവത്തെ പോലെ കാണൂ ആരെ? അച്ഛനെ. ദൈവത്തെ പോലെ കാണൂ ഗുരുനാഥനെ. ആ എങ്കിൽ എന്തായി? ആ ദൈവം നിങ്ങളിൽ പ്രസന്നനാകുന്ന. അല്ലാണ്ട് ദൈവത്തെ മാറ്റി നിർത്തുന്നത് നിങ്ങൾ അമ്മയോ അച്ഛനെയോ ഗുരുനാഥനെയോ വന്ദിക്കണം എന്നല്ല പറഞ്ഞു. അവരൊക്കെ ആരെ പോലെ കാണണം? ദൈവത്തെ പോലെ കാണും. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് എങ്ങനെ ഒരു ദൈവഭയം ഉണ്ടാവില്ലേ? ഈ ദൈവഭയല്ലേ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെ എന്തായാലും ആ ശീലാവതിയുടെ പാതിവ്രത്യ മഹാത്മ്യം കൊണ്ട് ആ ശീലാവതിക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി ശീലാവതി തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി ചെയ്തു എന്നുള്ള കഥ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയാനും നമുക്കത്ര സമയമില്ലാത്ത കാരണമാണ്. കുഷ്ഠരോഗിയായിരിക്കുമ്പോൾ പോലും മനസ്സിൻ്റെ ആസക്തി തീരണില്ല എന്ന കഥ. ഒരു പരസ്ത്രീ ബന്ധത്തിന് ആഗ്രഹിക്കുകയാണ് അദ്ദേഹം. ഇന്നത്തെ ഏതെങ്കിലും ഒരു കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ തൻ്റെ ഭർത്താവിനെ അങ്ങനെ ഒരു ബന്ധത്തിന് സഹായിക്കുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? പാതിവ്രത്യ മഹാത്മ്യമാണ് അവിടേക്ക് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ കൊട്ടയിൽ വെച്ച് ഏറ്റിക്കൊണ്ടുപോകുന്ന സമയത്ത് കുഷ്ഠരോഗമായിട്ട് കാലുമ്പെന്ന് വീണ ഒരു തുള്ളി രക്തോ ചലോ എന്തോ ആരുടെ ദേഹത്ത് വീണു എന്നുള്ളതാ? മാണ്ഡവ്യ മഹർഷിയുടെ ദേഹത്തേക്ക് പതിച്ചു. ആ സമയത്ത് മാണ്ഡവ്യ മഹർഷി പറയാണ്, നിന്റെ ഭർത്താവിനെ നീ കൊട്ടയിലെടുത്ത് എവിടേക്കാ പോകണമെന്നറിയട്ടെ, രാത്രി ആവില്ല ഇന്ന്. സൂര്യൻ ഇങ്ങനെ തന്നെ നിൽക്കും. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലല്ലേ രാത്രിയാവുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ സങ്കല്പം. വാസ്തവത്തിൽ സൂര്യൻ ഉദിക്കണമില്ല, ഇവിടെ അസ്തമിക്കണമില്ല, ചന്ദ്രൻ വരണമില്ല, ചന്ദ്രൻ പോരണമില്ല, ഒന്നുമില്ല. ഇവിടെ ഉള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നോ നാശമില്ല. ഇവിടെ ആകെ ഒരു വസ്തുവേ ഉള്ളൂ. ആ ഒരേ ഒരു സത്യവസ്തു സ്വരൂപത്തിന്റെ പല പല പ്രതീകങ്ങളാണ് നമ്മൾ ഈ കാണുന്ന എല്ലതെന്നുള്ളത്.
അങ്ങനെ ആ സൂര്യനെ പോലും എന്തു ചെയ്തു? സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്നുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു. സൂര്യൻ വേഗം ഉദിച്ചിട്ട് ഇരുട്ട് നീങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ പാതിവ്രത്യത്തിൻ്റെ മഹാത്മ്യം ഉണ്ടെങ്കിൽ സൂര്യൻ ഇന്ന് ഉദിക്കാതിരിക്കട്ടെ എന്നാണ്. അങ്ങനെ കുറേ നേരം നീണ്ടുപോയി എന്നുള്ളത്. അതൊക്കെ സാധിക്കും വെച്ച കഥയാണേ, കഥയിൽ ചോദ്യമൊന്നുമില്ല, കഥ. അപ്പം എല്ലാം ആ ശീലാവതി അവിടെ കൊണ്ടുപോകണു, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കും. ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ചെയ്യോ, അല്ലെങ്കിൽ ഒരു ഭർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം വരുമോ? അപ്പം പരസ്ത്രീ ബന്ധത്തിനൊന്നും നമ്മൾ ആഗ്രഹിക്കരുത്, പരപുരുഷ ബന്ധത്തിനൊന്നും നമ്മൾ ആഗ്രഹിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഈ കഥകളിലൂടെ നമ്മളെ ആചാര്യന്മാർ പറഞ്ഞു പഠിപ്പിക്കണുള്ളൂ. അതല്ലാണ്ട് അങ്ങനെ അവർ ചെയ്തില്ലേ, നമുക്കും എന്താ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതല്ല. അതുപോലും നമ്മൾക്ക് പാപമാണ്, അല്ലെങ്കിൽ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അതിനു പോലും പ്രാപ്തരായിരുന്നു പണ്ടുള്ള ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന ആ ദമ്പതികൾ. ഇത്രയും നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇന്നുള്ള ദമ്പതികളോ നമ്മൾ എന്താ ചെയ്യണോ അതോ നമ്മളുടെ കുട്ടികൾ ചെയ്യുക അല്ലേ? എന്താ വേണ്ട വിചാരിച്ചാലും അതൊക്കെ ആ കുട്ടികൾക്ക് പറഞ്ഞ് വേണ്ട തരത്തിൽ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള. അങ്ങനെ പാതിവ്രത്യ മഹാത്മ്യം അവിടെ അനസൂയാദേവി അവർ പറഞ്ഞു. പിന്നെ അങ്കിരശന്റെ വംശം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നരനാരായണ അവതാരത്തിലേക്ക് എത്തുന്നത്. നരനാരായണ അവതാരം എന്ന് പറഞ്ഞാൽ, നരൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ, അതിന് വേണമെങ്കിൽ ഒരു പേരെടുത്ത് വിളിക്കാം, അർജുനൻ. നാരായണൻ സാക്ഷാൽ ജഗദീശ്വരൻ. ഇവർ രണ്ടുപേരും കൂടി അവതരിക്കണം നരനാരായണന്മാർ. അപ്പോൾ നാരായണന് നരനെ ആവശ്യമുണ്ടോ, നരന് നാരായണനെ ആവശ്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നാരായണന് നരനെ ആവശ്യമുണ്ട്. എന്തിനാ? നാമം ജപിച്ച് 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 കർമ്മങ്ങൾ ചെയ്ത് ആ നരന്റെ സർവ്വപാപങ്ങളും നീക്കി തന്നിലേക്ക് അടുപ്പിക്കാനുള്ളതാണ് നാരായണ അവതാരം. അതുകൊണ്ടാണ് നാരായണ അവതാരത്തിന്റെ ഒപ്പം തന്നെ നരനായിരിക്കുന്ന അർജുനനെയും ഭഗവാൻ കൂട്ടിയേർക്കണം. ഈ അർജുനനെ സാക്ഷി നീക്കി നമ്മൾ ഓരോ ആയിട്ടുള്ള നരനോടും ഭഗവാൻ പറയാണ്, നിങ്ങൾ നരനായിരിക്കുമ്പോൾ എന്നിലേക്ക് വരൂ, എന്നിലേക്ക് വരൂ, എൻ്റെ കൂടെ വരൂ, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കൂ, എന്നെ ധ്യാനിക്കൂ, ഞാൻ പറയണത് കേൾക്കൂ. എത്ര പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ. നമ്മൾക്ക് സൽക്കർമ്മങ്ങളും സൽബുദ്ധികളും ഒക്കെ എത്ര ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്തേ പിഴച്ചു പോവാൻ കാരണം? നമ്മുടെ കുട്ടികൾ വേണ്ട പോലെ അവർക്ക് വേണ്ട പോലെയുള്ള ഗുരുപദേശം കിട്ടാത്ത കാരണം തന്നെയാണ് കുട്ടികൾ പിഴച്ചു പോണത്. ഇവിടെയുള്ള പണ്ടുള്ള ഒരു കുട്ടികളും പിഴച്ചു പോയത് കേൾക്കണില്ല. കഥകളിലൂടെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാണ്ടല്ല എന്നുള്ള. ഈ നരനാരായണന്മാരുടെ ഉദ്ദേശം എന്തായിരുന്നു? എപ്പോഴും നമ്മുടെ കാര്യം പറയണം, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുള്ളത് തോന്നരുത്. പലരുടെയും സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം വിജയിക്കുള്ളൂ അല്ലേ? ഇവിടെ ഭഗവാൻ കൂട്ടുപിടിച്ചു നരനെ, അതിലൊരു ഉദ്ദേശമുണ്ട്. എന്തുകൊണ്ടാണെന്നാണെങ്കിൽ 1000 കവചമുള്ള സഹസ്ര കവചൻ എന്ന് പറയുന്ന ആ ഒരു അസുരനെ കൊല്ലണം. എന്താ ഈ സഹസ്ര കവചം? നമ്മളിൽ ഇരിക്കുന്ന 1000 ചട്ട, പുറം ചട്ട, അതൊക്കെ പൊളിക്കൂ. ആമയുടെ തോല്, ഞാനെന്ന് പറഞ്ഞില്ലേ, നാരായണ ആമയെ ചൂടാണെങ്കിൽ മലത്തി ചുടനെ പറഞ്ഞില്ലേ, പുറന്തോട് കനുള്ളതാണ്. പൊളിച്ച് 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 വരുമ്പോൾ എന്തായി? ആ അന്ധകാരമായിരിക്കുന്ന ഹൃദയം നമ്മൾ പറയരുത്. ഹൃദയാന്തകാരത്തിൽ മിന്നിത്തിളങ്ങുന്ന ശ്രീകൃഷ്ണ സ്വരൂപം കാണാൻ സാധിക്കും. എപ്പോ? ഈ പുറംചട്ടകളൊക്കെ പൊളിച്ച് പൊളിച്ച്. അല്ലാണ്ട് സഹസ്രകവചം പറഞ്ഞിട്ട് ഒരു അസുരനും ഇല്ല. അത് കഥാരൂപത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി സഹസ്രകവചൻ എന്ന് പറയുന്ന ആ ഒരു അസുരന്റെ കഥ, അല്ലെങ്കിൽ അതിനെ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രം നരനാരായണ അവതാരം എടുത്തു എന്ന് പറയണം. നിർത്താതെ 1000 കൊല്ലം യുദ്ധം ചെയ്യണം. ഒരാള് 1000 കൊല്ലം യുദ്ധം ചെയ്താൽ എന്ത് ചെയ്യും? ഒരു ചട്ടയെ പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പൊ നമ്മൾ എത്ര നാമം ജപിച്ചാലാണ് നമ്മൾക്ക് ഒരു പുറന്തോട് നമ്മുടെ പൊഴിക്കാൻ സാധിക്കുക? അത്ര വേഗമൊന്നും നമുക്ക് നമ്മുടെ ഒരു പുറന്തോട് പൊഴിക്കാൻ സാധിക്കില്ല. 1000 കൊല്ലം ഭഗവാൻ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് സഹസ്രകവചന്റെ ഒരു പുറന്തോട് പൊളിക്കാൻ സാധിക്കുന്നത്. ഈ 1000 കൊല്ലം തപസ് ചെയ്യണ സമയത്ത് ആ 1000 കൊല്ലം അർജുനൻ അല്ലെങ്കിൽ ഈ നരൻ അവിടെ യുദ്ധം ചെയ്യുന്നുള്ള. ആ 1000 കൊല്ലം യുദ്ധം ചെയ്തു കഴിഞ്ഞ് താൻ തളർന്നു കഴിയുമ്പോൾ വീണ്ടും തപസ് ചെയ്യാം. അപ്പൊ തപതപത്യേവം ഹി വൈഹായസിം വാണിം, 41 വട്ടം ഇരിപ്പാട് പറഞ്ഞു. തപതപത്യേവം ഹി വൈഹായസിം വാണിം എവിടുന്ന് കേട്ടു? ആകാശത്തുനിന്ന് കേട്ടു. ബ്രഹ്മാവിനോടാ പറയണത്, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ. തപസ് കൊണ്ട് മാത്രമേ ഈശ്വരനെ കണ്ടുകിട്ടാൻ സാധിക്കുള്ളൂ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നരനാരായണന്മാരുടെ അവതാരം. ആ അർജുനൻ
1000 കൊല്ലം തപസ് ചെയ്യുമ്പോൾ എന്തായി? അർജുനനായിരിക്കുന്ന നമ്മളെ കൊണ്ട് പറയാണ്, നിങ്ങൾ എന്നെ ധ്യാനിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക എന്നല്ല, ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ ഈശ്വരാർപ്പണമായി ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ഒരു പുറന്തോട് ഇന്നത്തെ പൊട്ടി, നാളത്തെയും. അങ്ങനെ 365 ദിവസം കഴിയുമ്പോഴേക്കും എന്തായി? ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ 365 പുറന്തോട് പൊട്ടിപ്പോയാ 1000 പുറന്തോടോടെ അധികം താമസമൊന്നും ഇല്ല അല്ലേ? ഒരു മനുഷ്യായുസ് എന്ന് പറഞ്ഞത് എത്ര വർഷം? ഇവിടെ ഭഗവാൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്നു 125 കൊല്ലക്കാലം. അപ്പോൾ ഓരോ ദിവസവും നമ്മളുടെ ഓരോ പുറന്തോട് നമ്മൾക്ക് ഈ കഥയൊക്കെ കേട്ട് നമുക്ക് പൊളിച്ച് കളയാൻ സാധിക്കണം, ഭഗവാനോട് അടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള. അങ്ങനെ 1000 കൊല്ലക്കാലം ഒരാൾ തപസ് ചെയ്യുന്നു, മറ്റാള് യുദ്ധം ചെയ്യണു. അങ്ങനെ 1000 പുറന്തോടിലെ ഒരു പുറന്തോട് ബാക്കിയായപ്പോ അത് പൊളിക്കാൻ സാധിച്ചില്ല. എന്താ ഭഗവാന് കഴിയാഞ്ഞിട്ടാ? അല്ല, അതിന് ഈ നരനാരായണന്മാരുടെ അവതാരം ഞാനെടുത്ത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് ഭാഗവത്തിൽ അത് അത്ര വിശദീകരിച്ച് പറയണില്ല. എവിടെ പറയണത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാഭാരതത്തിൽ അതിനെപ്പറ്റിയാണ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കവചം അവിടെ ബാക്കി വെച്ചപ്പോ അത് സൂര്യദേവനിൽ പോയിട്ട് ലയിച്ചു. അതിനൊരു കാരണമുണ്ട്. ആ സൂര്യദേവനെ കുന്തിദേവി ദുർവാസനെ ശുശ്രൂഷിച്ചിട്ട് അവിടുന്ന് വരം കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്കറിയുണ്ടാവും നിങ്ങൾക്കല്ലേ, കുന്തിസ്തുതിയൊക്കെ കേട്ട് കഴിഞ്ഞതല്ലേ. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സൂര്യദേവനെ വിളിച്ചു. സൂര്യദേവൻ ഒന്നും അറിയാത്ത കുട്ടിയാണ്, 10-14 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. കുട്ടിക്ക് സൂര്യദേവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവുമോ എന്ന് നോക്കണം എന്ന് മാത്രം, വിളിച്ചാൽ വരുമോ അത്ര മാത്രമേ അവിടെ ചിന്ത ഉള്ളൂ ആ കുട്ടിക്ക്, അത്രേ പ്രായമായിട്ടുള്ളൂ എന്നുള്ള. വിളിച്ചപ്പോൾ സൂര്യദേവൻ വന്നു. ആ പുറംചൊട്ടയോടുകൂടി ജനിച്ച മകനാണ് ആര്? കർണൻ. കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ? കർണൻ ഒരു പുറംചട്ടയോടുകൂടി വന്ന് ജനിച്ചിട്ടുണ്ട്. അത് ഈ സഹസ്രകവചന്റെ ഒരു കവചാണത്രേ. അത് അവനിൽ തന്നെ ചെല്ലണം. കാരണം എന്താ വെച്ചാൽ യുധിഷ്ഠിരന്റെ ആ ഒരു പാണ്ഡവരുടെ അംശം തന്നെയാണ്, കണ്ണി തന്നെയാണ്. പക്ഷെ എന്തുണ്ടായി? അമ്മ അവിടെ തങ്ങളുടെ മകനല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനല്ല എന്നുള്ളത് അവിടെ മൂട്ടിവെച്ചു ആ രഹസ്യം. കാരണം കന്യകയായിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ന് സംഭവിക്കുന്നതും ഇതൊക്കെ തന്നെ. പണം ഉണ്ടെങ്കിൽ, പദവി ഉണ്ടെങ്കിൽ എല്ലാവിധ രഹസ്യങ്ങളും അത് പുറത്തറിയാതെ സൂക്ഷിക്കാൻ സാധിക്കും. അതില്ലാത്തവരാണെങ്കിലോ 10 മാസം കഴിയേണ്ട 9 മാസം 9 ദിവസം 9 നാഴികയും 9 വിനാഴികയും കഴിഞ്ഞാൽ ലോകം മുഴുവൻ ആ രഹസ്യം അറിയുന്നുള്ള. ഇവിടെ ആരും അറിയാതെ സൂര്യദേവനെ വിളിച്ചു വരുത്തി അതിലുണ്ടായിട്ടുള്ള കവചമണിഞ്ഞിട്ടുള്ള കർണനെ ആരെ കൊണ്ട് കൊല്ലിക്കണം? അർജുനനെ കൊണ്ട് തന്നെ കൊല്ലിക്കണം എന്നൊരാവശ്യം ഉണ്ടായിരുന്നു ഭഗവാന്. കാരണം ആ ഒരു പുറന്തോടെ അവിടെ വെച്ചത് അത് തനിക്കുള്ളതാണ് അർജുന എന്നുള്ളത് ഭഗവാൻ പറയാണ്. അങ്ങനെ കർണൻ വന്നപ്പോൾ ഈ കർണനെ പ്രസവം എടുത്തിട്ടുള്ള വയറ്റാട്ടിമാരെ എന്നൊക്കെ പറയുമല്ലോ, പ്രസവിച്ചിട്ട് ഒപ്പം സ്ത്രീകളുണ്ടാവും. അവര് മുഖാന്തരം പോലും കുന്തിദേവിക്ക് ഇത് പുറത്തറിയാൻ പാടില്ല എന്നുള്ള രഹസ്യം സൂക്ഷിച്ച് അവരെ തന്നെ ആറ്റിലൊഴുക്കി എന്നുള്ള പറഞ്ഞു. മഹാഭാരതം നമ്മൾക്ക് വെറുതെ അവിടെ അടച്ചു വെക്കാനുള്ളതൊന്നുമല്ല, എടുത്ത് വായിച്ചു നോക്കിയാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാണ്ട് കേട്ടോ. ആ കുട്ടിയെ പ്രസവം എടുത്തിട്ടുള്ള ആ 2 തോഴിമാരെ പോലും അവരിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരരുത് എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൽ അങ്ങനെ ഒഴുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഈ കർണൻ ഒരിക്കൽ പാഞ്ചാലിയോട് പറയണ്ടായിത്രേ, നീ ഏതായാലും പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയല്ലേ, 5 പേരെ ഒരുമിച്ച് നീ ഭർത്താക്കന്മാരായി സ്വീകരിച്ചതല്ലേ, ഞാനും അതിൽ പെട്ട ആളാണ്, എന്നെ കൂടി സ്വീകരിക്കുമെന്ന്. അപ്പം ഈ പാഞ്ചാലിക്ക് ദേഷ്യം പറഞ്ഞ ആ എന്താ പറയുക അപകീർത്തിയായിട്ടുള്ള വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി. തൻ്റെ അമ്മയുടെ ആവശ്യപ്രകാരം, കുന്തിദേവിയുടെ ആവശ്യപ്രകാരമാണ് 5 ഭാര്യമാരും 5 പേർക്കും കൂടി താൻ മാത്രം ഭാര്യയായിട്ട് ഇരിക്കേണ്ട അവസരം വന്നത്. അതിനെ ചോദ്യം ചെയ്യുകയാണോ കർണൻ എന്ന് വന്നപ്പോൾ ഈ കർണനോട് പ്രതികാര ബുദ്ധി വളർന്നു. ആർക്ക്? പാഞ്ചാലിക്ക്. അന്ന് പാഞ്ചാലി ശപഥം ചെയ്താണ് അർജുനനെ കൊണ്ട് ഈ കർണനെ കൊല്ലിക്കണം എന്നുള്ളത് ഉറച്ചു. അന്ന് കുന്തിദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ പാഞ്ചാലിയോട്, ഇതൊരു രഹസ്യമാണ്, ഇങ്ങനെ കർണൻ എൻ്റെ പുത്രൻ തന്നെയാണ് എന്ന്. മകൻ്റെ ഭാര്യയോടെ മക്കളുടെ ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും യോജിപ്പായിരുന്നു പണ്ടുള്ള അമ്മായിയമ്മയും മരുമകളും കൂടിയിട്ട് കുന്തിദേവിയുടെ സമയത്ത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ രഹസ്യം സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാതിരിക്കാൻ പോട്ടെ എന്നുള്ള ഒരു ശാപമൊക്കെ വരികയാണ് ഇവിടെ. അത് ഈ പാഞ്ചാലി എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവായിട്ടുള്ള അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഞ്ചപാണ്ഡവന്മാർക്ക് ഈ മുഴുവൻ രഹസ്യം അറിയണതിന് മുമ്പ് തന്നെ മഹാഭാരത യുദ്ധം പൊട്ടിപ്പുറപ്പെടും ചെയ്തു.
അതിൽ കർണനെ വധിക്കേണ്ടിയൊക്കെ വരും. ഭഗവാൻ ഒപ്പം ഉണ്ടായിട്ട് കർണനെ വധിക്കേണ്ടിയൊക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്ത് പറയുകയാണ്, ഈ ഒരു വിവരം അമ്മ ആദ്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നല്ലോ ഞങ്ങൾക്ക് എന്നുള്ളത് ധർമ്മപുത്രർ പറയുന്നുണ്ട്. അപ്പൊ ഈ പാഞ്ചാലിയോട് പറഞ്ഞ രഹസ്യം ഭർത്താക്കന്മാരോട് പറഞ്ഞ കാരണം കുന്തിദേവി പാഞ്ചാലിയെ ശപിച്ചുത്രേ. എന്താ? ഒരിക്കലും സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ പറ്റാതെ ആവട്ടെ. അല്ല, അത് പറഞ്ഞത് യുധിഷ്ഠിരൻ. പിന്നെ കുന്തിദേവി ശപിച്ചത് അമ്മായിയമ്മയും മരുമകളും ഭാരതഭൂമിയിൽ ഒരിക്കലും യോജിക്കാതെ പോട്ടെ. പക്ഷേ ഇന്നതൊക്കെ തിരുത്തി വരുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ ആലോചിക്കുമ്പോൾ സത്യമാണ് അല്ലേ? അപ്പോൾ ഒരിക്കലും അമ്മായിയമ്മയും മരുമകൾ യോജിക്കാത്ത പോകട്ടെ എന്നുള്ളത് കുന്തിദേവിയുടെ ഒരു ശാപമാണത്രേ. യുധിഷ്ഠിരന്റെ ശാപമാണ് ഇത് എന്നുള്ളതും പറയണു. എന്താണ്? സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു രഹസ്യവും ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കാതിരിക്കട്ടെ. നമ്മൾ ആരോടെങ്കിലും ഒരു രഹസ്യം പറയുമ്പോൾ എന്താ പറയുക? ദയവ് ഇത് വേറെ ആരോടും പറയരുത് കേട്ടോ, എൻ്റെ മനസ്സിൽ ഇരിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഭഗവാനോട് പറഞ്ഞോളൂ ഏത് രഹസ്യം. അവിടെ കേൾക്കാൻ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. നല്ലതും ചീത്തയും ഒക്കെ ഉൾക്കൊള്ളുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് കാര്യം വരുമ്പോഴും, സൽക്കർമ്മങ്ങൾ വരുമ്പോഴും ദുഷ്കർമ്മങ്ങൾ വരുമ്പോഴും ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും ഒക്കെ നമുക്ക് കൈകാട്ടി നമ്മളെ സ്വീകരിക്കാനുള്ള ഗുരുവായൂരപ്പനുള്ളപ്പോൾ എന്തിനു മറ്റൊരാളുടെ ചെവിയിൽ പോയി നമ്മൾ നമ്മളുടെ ദുഃഖങ്ങളും കുറവുകളും സുഖങ്ങളും പറയാൻ പോകണം? അപ്പൊ ഇതാണത്ര അങ്ങനെ ഒരു കാര്യം പറയുന്നു. അങ്ങനെ ഈ സഹസ്രകവചനെ കൊല്ലാനുള്ള ആ ഒരു അവതാരമായിട്ടാണ് നരനാരായണ അവതാരം എന്നുള്ളത് പറയണു. 1000 കൊല്ലത്തെ തപസ് കൊണ്ട് മാത്രമേ ഇവരെ കൊല്ലാൻ സാധിക്കുള്ളൂ. പിന്നെ ഇവർ ഈ നരനാരായണന്മാര് തപസ് ചെയ്യണ ആശ്രമമാണ് ബദരികാശ്രമം. അവിടെ ഗന്ധമാദന പർവ്വതം, ബദരിയാശ്രമത്തിൻ്റെ അവിടേക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കാണാം ഇടത്ത് ഭാഗത്ത് ഗന്ധമാദന പർവ്വതം ഉയർന്നിട്ട് അവിടെ നിൽക്കണു. അവിടെയാണ് നരനാരായണന്മാർ കഠിനമായിട്ടുള്ള തപസ് അവർ ഇന്നും ആചരിച്ചും കൊണ്ട് വരണം എന്ന് പറഞ്ഞു. ആ തപസ് മുടക്കാൻ വേണ്ടി മനസ്സിന്, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാളോട് ഈർഷ്യയുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ഏതെങ്കിലും ഒരു തരത്തിൽ മുടക്കണം എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ഞാൻ ചെയ്യും. അപ്പം മനസ്സാകുന്ന ഇന്ദ്രൻ എന്ത് ചെയ്തു? ഈ നരനാരായണൻ ശ്രമം തപോബലും ഒക്കെ ഒന്ന് നിർവീര്യമാക്കണം എന്നുള്ള നിലയ്ക്ക് അവിടെ ദേവലോകത്തുനിന്ന് അപ്സരസ് വരെ അയക്കുകയാണ്. അപ്സരസ്സുമാർ വന്ന് നരനാരായണന്മാരുടെ തപസ്സിളക്കാൻ വേണ്ടി ശ്രമിക്കണു. അപ്സര സ്ത്രീകൾ വന്ന് നരനാരായണന്മാരുടെ ചുറ്റും നിന്ന് നൃത്തം ചെയ്യുന്നു. നാരായണന് യാതൊരുവിധ ചഞ്ചലപ്പുമില്ലാതെ അവിടെ ഇരുന്ന് തൻ്റെ യോഗ ശക്തി കൊണ്ട് തൻ്റെ തപസ് വേണ്ട പോലെ പൂർണ്ണമാക്കുന്നു. ഈ സമയത്ത് അവരോട് പറയണു, അപ്സര സ്ത്രീകളോട്, നിങ്ങൾക്കിതിൽ യാതൊരു ദോഷവുമില്ല. കാരണം നിങ്ങൾ മുഖാന അല്ല നിങ്ങളിവിടെ എത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ മനസ്സാണ്. നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യാനും മനസ്സായിരിക്കുന്ന ഇന്ദ്രന്റെ ഒറ്റ പ്രവൃത്തിയാണ് ഇതിന് കാരണം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, വന്ന വഴിക്ക് തിരിച്ചു പൊക്കോളൂ. ഈ സുന്ദരിമാരെ കണ്ടിട്ടൊന്നും എൻ്റെ മനസ്സ് ഒരിക്കലും ചഞ്ചലപ്പെടില്ല. അല്ലെങ്കിൽ സുന്ദരന്മാരെ കണ്ടിട്ട്. ഇത് നമുക്ക് പഠിപ്പിച്ച അവതാരമാണ് ആര്? നാരായണ അവതാരം. നാരായണൻ എന്നുള്ള വാക്ക് വെറുതെ ഉണ്ടായതല്ല. ആ നാരായണമൂർത്തി നമ്മൾ മറ്റുള്ള അവതാരങ്ങളെ നമുക്കറിയുള്ളൂ. നരസിംഹാവതാരം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്ന് ഘോഷങ്ങളും സ്റ്റേജിൽ നമ്മളൊക്കെ ചെയ്യണു, സ്റ്റേജ് ഷോ പോലെ കാട്ടണു ഒക്കെ ചെയ്യും. എന്ത് ഈ നാരായണ അവതാരം ആരും ഈ നരനാരായണ അവതാരം കാണിക്കാത്ത? പറ്റില്ല, തപസ്സാണ് അവിടെ. മറ്റൊക്കെ നമുക്ക് കാട്ടിക്കൂട്ടാം, കഥകളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. ഇത് തപസ് ചെയ്യണം. തപതപേത്യേവം ഹി വൈഹായസിയും വാണിയും. ആ ഭഗവാൻ തന്നെ ഇവിടെ കേൾപ്പിച്ചു കൊടുക്കുക. തപസ് ചെയ്യൂ, എന്നെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ തപസ് ചെയ്യൂ. ഇവിടെ അന്തര്യാമിയായിരിക്കുന്ന എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കൂ. പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നത് മുഴുവൻ ഞാനാണ് എന്നുള്ളത് എന്ന് കാണാൻ ബോധ്യപ്പെടുന്നു. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി സൂക്ഷ്മരൂപമായ എന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് പരിപക്വമാവുന്ന മനസ്സുകൊണ്ട് പിന്നെ കാണുന്നതൊക്കെ എന്തായി? നാരായണ പ്രതിമ. കേൾക്കുന്നതൊക്കെ എന്തായി? നാരായണ ശ്രുതികൾ. ചെയ്യുന്നതൊക്കെ എന്തായി? നാരായണ അർച്ചനകൾ. അങ്ങനെ നമുക്ക് ചിന്തിക്കാനും സംസാരത്തിൽ നടക്കാനും സാധിക്കപ്പെടാനുള്ള അവതാരമാണ് ഏത്? നാരായണ അവതാരം. ഈ ഭഗവാൻ ഈ അപ്സര സ്ത്രീകളെ കണ്ടപ്പോൾ തോന്നല്, ഇന്ദ്രൻ ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ദ്രലോകത്തുള്ള അപ്സര സ്ത്രീകളെ വരുത്തിയിട്ട് ഈ നരനാരായണന്മാരുടെ തപസ് മുടക്കാം.
കണ്ടോ ഇന്ദ്ര, എൻ്റെ തപശക്തി നീ കണ്ടോ? കാരണം ഞാനല്ലാതെ ഇവിടെ വേറൊന്നുമില്ല. നമുക്ക് ഓരോ അവതാരത്തിലൂടെയും തെളിയിപ്പിച്ച് തരികയാണ്. ഈ അവതാരമൊക്കെ നരനാരായണ അവതാരമൊക്കെ എത്ര ഗംഭീരമായിട്ടുള്ള ഇതിലാണ് മഹാഭാരതത്തിൽ പറഞ്ഞ അതിൻ്റെ കഥകളൊക്കെ കിടക്കണത് എന്നറിയോ? കാരണം എത്ര ഒരു ഗംഭീരമായിട്ടുള്ള തപസ് ചെയ്യുകയാണ്. ഇപ്പൊ കർദമന്റെ തപസ് നമ്മൾ കണ്ടു, പക്ഷെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. എന്തായിരുന്നു ആവശ്യം? നല്ലൊരു ഗൃഹസ്ഥാശ്രമം വേണം. ഇത് അങ്ങനെയൊന്നുമല്ല, ഒന്നും വേണ്ട, വന്ന സുന്ദരിമാരെ ഒക്കെ തട്ടി മാറ്റിയാണ്, ആരും വേണ്ട. എന്നിട്ടോ കണ്ടോ, ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു സുന്ദരിയെ എന്നിൽ നിന്ന് തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ തുടയ്ക്കുന്ന താളം പിടിക്കും പോലെ താളം പിടിച്ചപ്പോൾ അവിടുന്ന് വന്നതാണ് ആര്? ഉർവശി. ആ ഉർവശി കണ്ടപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രലോകത്തുനിന്ന് പറഞ്ഞയച്ചിട്ടുള്ള സുന്ദരിമാരൊക്കെ നാണിച്ച് തല താഴ്ത്തി ലജ്ജാ വിവശകളായി. അവരോട് പറഞ്ഞു, പരിഭ്രമിക്കൊന്നും വേണ്ട, വന്ന വഴിക്ക് തിരിച്ചു പൊക്കോളൂ. ഇന്ദ്രനോട് പറഞ്ഞു, വേണമെങ്കിൽ ഇവളെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഭഗവാൻ തന്നെ ദാനം കൊടുത്താണ് ആരെ? ഈ ഉർവശി എന്നുള്ളതൊക്കെ പറയണു. അങ്ങനെ അവർ സ്തുതിഗീതങ്ങൾ, അപ്സര സ്ത്രീകളൊക്കെ ഇന്ന് സ്തുതിഗീതങ്ങളൊക്കെ പാടി. ഇപ്പോൾ നരനാരായണ തത്വം എന്താണ് വരണമെന്നുണ്ടെങ്കിൽ, സ്വയം ഉപദേശിച്ച ധർമ്മം സ്വയം അനുഷ്ഠിച്ചാലേ ഫലമുണ്ടാവൂ. ഇപ്പൊ നേരത്തെ നമ്മൾ കേട്ടു, ശബരി കടിച്ച ബലം ശ്രീരാമചന്ദ്രസ്വാമിക്ക് നേദിക്കാൻ കാരണം ഒരിക്കലും ഒരു പുഴുക്കുത്ത് പിടിച്ച വില്ലുതളം മഹാദേവനെ പൂജിക്കാൻ കൊള്ളില്ല എന്ന പോലെ ഒരു കയക്കുന്ന ഒരു ഫലം ഒരിക്കലും എൻ്റെ ദേവൻ കഴിക്കരുത്. നമ്മളാകുന്ന ഈ ഫലം മധുരിതമാകുന്ന സമയം വരുന്നവരെ ഭഗവാനെ എത്ര 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 ജന്മം വേണമെങ്കിലും തന്നോളൂ. പക്ഷെ ആ ജന്മങ്ങളിലൊക്കെ അങ്ങേ മറക്കാതിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കി തരണമേ എന്നുള്ളത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കണ്ടൂ. എത്രയോ ജന്മങ്ങൾ ഭഗവാൻ തന്നോട്ടെ. അപ്പൊ എന്തായി, ഈ ജന്മം നമുക്കുണ്ടെങ്കിൽ, ഈ ജന്മം കൊണ്ട് നമ്മളുടെ കർമ്മത്തിൽ എന്തെങ്കിലും പിഴവുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ അടുത്തൊരു ജന്മം കിട്ടി ഇതിലും ഒരു കുറച്ചും കൂടി ഉയർച്ചയുള്ളൊരു ജന്മമായിട്ടേ നമുക്ക് കിട്ടുള്ളൂ എന്ന്. അതിനെങ്ങനെ വേണം? ഈശ്വരനെ നമ്മൾ വേണ്ട പോലെ സ്തുതിക്കണം. അപ്പോൾ നരനാരായണ തത്വം സ്വയം ഉപദേശിച്ചിട്ടുള്ള ആ ധർമ്മം സ്വയം അനുഷ്ഠിച്ച് കാണിക്കണം, എന്നാലേ അത് സഫലമാവൂ. അപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞ ആ ഫലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മളാകുന്ന ഫലം ആ സ്വധർമ്മ മനുതിഷ്ഠന്തി ഭഗവത്യർപ്പിതാശയെ. സ്വധർമ്മം എല്ലാവർക്കും ഉണ്ട്, അവനവന്റെ ധർമ്മമുണ്ട്. പരധർമ്മം നമ്മൾ ചെയ്യാനും പാടില്ല. അവനവൻ സ്വയം അവനവന് വിധിച്ച ധർമ്മം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതെന്ത് വേണം? ഭഗവത്യർപ്പിതാശയെ. ഈശ്വരോന്മുഖമായി ഈശ്വരാർപ്പണമായി നമ്മളുടെ ധർമ്മം കർമ്മവും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് പാകപ്പിഴകൾ ഉണ്ടെങ്കിലും അത് ഭഗവാനായിരിക്കുന്ന നമ്മളുടെ ആ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരുന്ന് നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ മോക്ഷപ്രാപ്തിക്ക് അർഹമാക്കാന്നുള്ള ഉപദേശങ്ങൾ തരും. ദുഷ്ടനിഗ്രഹം ശിഷ്ട സംരക്ഷണം അല്ലെങ്കിൽ മോക്ഷമാർഗ ഉപദേശമാണ്. രണ്ട് പ്രയോജനമാണ് നമുക്ക് നരനാരായണ അവതാരം കൊണ്ട് ലഭ്യമായിരിക്കുന്നത്. എന്തൊക്കെ? ഒന്ന് ദുഷ്ടനിഗ്രഹം, രണ്ട് മോക്ഷധർമ്മ ഉപദേശമായിട്ടുള്ള രണ്ട് പ്രയോജനമാണ് നമുക്ക് നരനാരായണ അവതാരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. പിന്നെ ഏകാദശ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിമി ചക്രവർത്തിയോട് അല്ലെങ്കിൽ നിമി രാജാവിനോട് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ പറയുന്ന ഭാവത്തില് ശ്രീനാരായണനെ പറ്റി അവിടെ അനവധി പറയുന്നുണ്ട്. അപ്പൊ ഭാഗവത്തില് വേദവ്യാസൻ നാരായണമൂർത്തിയെ പറ്റി അത്ര പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും ചിന്തിക്കണത്. പിന്നെ അത് മാത്രം പോരാ, ദ്വാദശ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകത്തിൽ മാർക്കണ്ഡേയന്റെ മുമ്പില് ഭഗവാൻ നരനാരായണമൂർത്തികള് അവിടെ വന്ന് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നരനാരായണ അവതാരത്തെ പോലെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള വേറെ കാരണം, നരനെ അങ്ങനെ ഒപ്പം കൂട്ടി നടക്കുകയാണ്. ഇഷ്ടജന സംരക്ഷണം, ദുഷ്ടനിഗ്രഹം, അത് നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കും അർജുന ഞാൻ. അല്ലെങ്കിൽ ഭഗവാനൊക്കെ ഇപ്പൊ കർണനെ അല്ലെങ്കിൽ ഭീഷ്മരെയൊക്കെ ഒരു അമ്പങ്ങടെ ചെയ്താ പോവില്ല. പക്ഷെ ഭീഷ്മരുടെ അടുത്ത് അത്ര പറ്റില്ല, കർണനെ വേണമെങ്കിൽ പറ്റാറുണ്ട്. കർണന്റെ ഓരോ ആയുധം അമ്പ് വരുമ്പോഴും ഭഗവാൻ എന്ത് ചെയ്തായിരുന്നു? അർജുനെ വേണ്ട തരത്തിൽ സംരക്ഷിച്ച് നിർത്താൻ, നമ്മളായിരിക്കുന്ന അർജുനെ, ആ നരനെ സംരക്ഷിക്കാനോ ഓ കൂർത്തുമൂർത്ത ശരങ്ങളോ വാക്കുകളോ നോട്ടങ്ങളോ പ്രവർത്തികളോ ഒക്കെ ആരിൽ നിന്ന് വരുമ്പോഴും നമ്മൾ നമ്മളുടെ ഭഗവാനെ മുൻനിർത്തിയിട്ട് വേണം മുന്നോട്ട് പ്രയാണം എന്നുണ്ടെങ്കിൽ ഒരു അമ്പും നമ്മളിൽ ഏൽക്കില്ല എന്നുള്ളത് പറയണം. അപ്പൊ നാമജപമാണ് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒരിക്കൽ ഒരു ആരും വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല കേട്ടോ, ഒരു
ഉപകഥ പറയുകയാണ്. ചാണകം കോരുന്ന ഒരു സ്ത്രീ സദാസമയം നാരായണ 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 കോടിയർച്ചന ഗുരുവായൂര്. 7 ദിവസം സപ്താഹം വായിക്കാനും പറയാനും നമുക്കൊരു വിഷമവും. അഖില ഭാരത സ്തോത്രസമിതിയിൽ 1 മണിക്കൂറോ 1.25 മണിക്കൂറോ പ്രഭാഷണം എന്ന് പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ട് കൂടാതെ പോകാൻ പറയും. പക്ഷേ നാരായണ 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 രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ അതിങ്ങനെ നിർത്താതെ ഇടതടവില്ല ജപിക്കണം എന്നെങ്കിൽ അത്രയ്ക്ക് പരിഭാഗമായിട്ടുള്ള ഒരു ജീവന് മാത്രമേ അത് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ സാധ്യമാവോ? സാധ്യമാവില്ല. അപ്പോൾ ഈ ചാണകം വൃത്തിയാക്കുക അല്ലെങ്കിൽ തൊഴുത്തുവാരിയൊക്കെ ചെയ്യലോ, അതൊക്കെ നമ്മളൊക്കെ ചെയ്തതാ. അപ്പോൾ അവിടെ ഒരു മേശാന്തി ഇങ്ങനെ അമ്പലത്തിൽ പൂജയ്ക്ക് വരിക അത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷീ എന്താണ് ഇപ്പം ഈ ചാണകം കോരണ സമയത്ത് നാരായണ നാരായണ എന്ന് വിളിക്കണം? അതിന് യാതൊരു അതാണ് നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ മതി. ഒന്നിനും നമുക്കൊക്കെ പ്രതികരണമാണ് ഗംഭീരം. പ്രതികരിക്കുമ്പോൾ എന്തായി, ആ പറയാൻ പോകുന്ന വാക്കുകൾ നമ്മുടെ 4 നാരായണനാമം ജപിക്കേണ്ട സമയം പോവുകയാണ്. പ്രതികരിക്കാതിരുന്ന് നോക്കൂ, നാരായണനൊപ്പമുണ്ട്, അവർ പറഞ്ഞോട്ടെ പൊക്കോട്ടെ, നമ്മളെ അത് ബാധിക്കണില്ല എന്ന് വിചാരിച്ചാൽ മതി എന്നാ. അങ്ങനെ എന്നെന്ത് പോകുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടി, ചാണകം കോരുന്ന കുട്ടി, ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല, അദ്ദേഹത്തിനോട് പ്രതികരിക്കാനും പോയില്ല. പിറ്റേ ദിവസം അദ്ദേഹം വരുമ്പോഴും നാരായണ 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 ചെല്ലണം. അങ്ങനെ നാരായണ നാരായണ ജപിച്ച് അദ്ദേഹം ഒരു ദിവസം ചെന്ന് ശ്രീകോവില് തുറന്നു നോക്കിയപ്പോഴത്രയും മുഴുവൻ ചാണകം. ഉപകഥയാണേ. അത് എവിടെ നിന്ന് എടുത്തും ചോദിക്കരുത്, ആചാര്യന്മാർ പറഞ്ഞു കേട്ടത് നമ്മളുടെ നോട്ട് ചെയ്തിട്ടോ ബുക്കിലോ എന്താ. ശ്രീലകത്ത് ചാണകം. ഷീ എന്ന് പറഞ്ഞിട്ട് അവിടെ നടക്കാൻ പറ്റുമോ? ഈ പറയുന്ന ആളെ ശ്രീലകത്ത് കയറ്റിയിട്ട് അത് വൃത്തിയാക്കാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്, അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അത് താൻ തന്നെ ചെയ്യാം. അപ്പൊ ഒരു പ്രവൃത്തിയും ഒന്നിനും ഒന്ന് മെച്ചമായിട്ടുമില്ല, ഒന്നിനും ഒന്ന് താണതായിട്ടുമില്ല. എല്ലാ പ്രവൃത്തിയും എല്ലാ കർമ്മവും ചെയ്യുമ്പോൾ അത് ഈശ്വരാർപ്പണമായി ചെയ്തോളൂ. ഇപ്പൊ കരുവേപ്പില പൊട്ടിക്കുകയെ, മുളക് പെറുക്കുകയെ, കൃഷി നടുകയെ, അല്ലെങ്കിൽ സ്വർണം മേടിക്കുകയെ, സ്വർണം ഉരുക്കുകയെ, സ്വർണം സമ്പാദിക്കുകയെ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഒക്കെ എന്നാ നാരായണ അർപ്പണമായി ചെയ്യൂ. അപ്പൊ നമുക്ക് എന്തായി, അതിൻ്റെ ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 3 അധ്യായം കൊണ്ട്, 7 അധ്യായങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് പറയുന്നുണ്ട്, ദക്ഷയാഗം കഥ പറയുന്നുണ്ട്. അതിൽ ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷന് പ്രസൂതിയെ നൽകി ഇവരിൽ നിന്ന് സൃഷ്ടിവർഗം ത്രൈലോക്യത്തിലും സംഭവിച്ചു, വ്യാപിച്ചു എന്നുള്ളത് അവിടെ പറയണു. പിന്നെ ആ ദക്ഷയാഗം കഥയൊക്കെ നിങ്ങൾക്കൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് ദക്ഷയാഗം കഥ അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മളിവിടെ പാതിവ്രത്യ മാഹാത്മ്യം അനസൂയാദേവിയുടെ നമ്മൾ കേട്ടു. എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ അതിനു വേണ്ടിയിട്ട് ഒരു ഉദാഹരണം എടുത്തു പറയുന്ന പോലെ എന്ന് വെച്ചിട്ട് പരമശിവന്റെ പത്നിയായിട്ടുള്ള പാർവതീദേവിയെ മുൻനിർത്തി എന്ന് പറയാൻ വയ്യ, സതീദേവിയെ മുൻനിർത്തി. പാർവതി ആവണേന്റെ മുമ്പേ പാലാഴി മദന സമയത്ത് സതീദേവിയാണ്. ആ സതീദേവിയെ മുൻനിർത്തി ഒരു കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ദക്ഷയാഗം കഥ. എന്നാൽ കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ദക്ഷൻ ഇപ്പോ ദേവഹൂതിയുടെ കഥ നമ്മൾ കേട്ടു, കാര്യങ്ങൾ വംശവർദ്ധന കേട്ടു, ആകൂതിയുടെ കേട്ടു, ഇപ്പൊ പ്രസൂതിയുടെയാണ്. അപ്പോൾ എന്തായി, ആ വംശപരമ്പരയിൽ ആ പെൺകുട്ടിയുടെ കഥകളും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഒരുവിധമായി. പിന്നെ ഉത്താനപാദ മഹാരാജാവിൻ്റെയും പ്രിയവ്രതന്റെ ചരിതം വരുന്നത് 5ാം സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിലാണ്. മറ്റേത് ധ്രുവചരിതം. ഇപ്പൊ നിങ്ങൾക്ക് 2 മണി 3 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ ദക്ഷനില് പ്രസൂതിയെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ അതിൽ 16 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ 2 പെൺകുട്ടികളായാൽ തന്നെ എന്താണ് നമുക്കൊക്കെ വിഷമം. എങ്ങനെ ഞാൻ ഈ 2 പെൺകുട്ടികളെ വളർത്തുന്നുള്ളതിന് ഉപരി വളർത്താൻ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം വസ്ത്രമൊക്കെ തന്നെ ഈ പെൺകുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി എങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു, അത് നമ്മളിൽ അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം നമ്മുടെ സമുദായമോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെയാണ്. ആരും പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മാല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാല തിരിച്ചു മേടിച്ച് അതിൽ ചെറിയൊരു കുട്ടി, അനീതി കുട്ടിക്ക് വിവാഹമായ ആ മാല തിരിച്ചു മേടിച്ച് ഇതിൻ്റെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുള്ള വിവാഹം നടന്ന അങ്ങനെയാണോ? ഇന്ന് എന്താ ഈ ലോകത്തിൽ ഇപ്പം എന്താ, ഈ സ്വർണത്തിനൊന്നും വിലയില്ല. ശരിയാണ്, അത് കലിയാണ്. ദുര്യോധനാണ്. എടുക്കും തോറും വർദ്ധിക്കുന്ന സാധനമാണ് അല്ലേ? കൊടുക്കും തോറും ഏറിടുന്ന സാധനമാണ് ഏത്? ധനം എന്നുള്ളതാണ്. അങ്ങനെ ഈ 15 പെൺകുട്ടികളുണ്ടായി. ഇപ്പം ഈ ദക്ഷപ്രജാപതിക്കോ അല്ലെങ്കിൽ ഈ പ്രസൂതി ദേവിക്കോ യാതൊരു വിഷമം തോന്നിയില്ല. 16ാമതാണ് സതി തന്നെ. സാക്ഷാൽ മാരംകുളങ്ങര ദേവിയോട് തന്നെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ജഗദംബികയോട്, ജഗദീശ്വരിയായിരിക്കുന്ന ആ ദേവിയോട് പ്രാർത്ഥിക്കുക, അമ്മ തന്നെ എൻ്റെ വീട്ടിലൊരു കുട്ടിയായി വരുമോ? ചോദിച്ചാൽ വരാതിരിക്കുമോ ദേവി?
നമ്മൾ കിടക്കണ സമയത്ത് ഗുരുവായൂരപ്പ എനിക്ക് ആരുമില്ലേ, ഞാൻ ഒറ്റയ്ക്കാണേ താമസിക്കുന്ന ഭഗവാനെ, നാളെ രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എഴുന്നേൽക്കാൻ പറ്റാതിരിക്കണം എന്ന് തന്നെയാണ് മോഹം. അങ്ങനെയാണെങ്കിൽ അങ്ങ് തന്നെ ആരെച്ചാ വിളിച്ച് ഈ വേണ്ട കാര്യങ്ങളോ കർമ്മങ്ങളോ ചെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞ് കിടക്കുക. അഥവാ നമുക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് ആ നാരായണനെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ധാമിച്ച് നമ്മൾ ഇന്നത്തെ കർമ്മം വേണ്ട പോലെ ആക്കി തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത്രയ്ക്കേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നേരത്തെയും നമ്മൾ കേട്ട വേറെ ഒന്നും നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടതില്ല. ഇവിടെ ദേവിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ദേവി തന്നെ വന്ന് ഈ ദക്ഷന്റെ ഗൃഹത്തില് ചെറിയൊരു 2 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് സതീദേവിയായി വന്നവിടെ ജനിച്ചു. ദക്ഷന് 15 പെൺകുട്ടികളെ കണ്ടപ്പോ, അല്ലെങ്കിൽ ആ 15 പെൺകുട്ടികളെ ഉണ്ടായിട്ട് 16ാമത്തെ ഒരു പെൺകുട്ടി വന്നപ്പോൾ വല്ല വിദ്വേഷം തോന്നിയ സാക്ഷാൽ ശ്രീപാർവതിയായി വരാൻ പോകുന്ന ആ സതീദേവി തന്നെയാണ് തൻ്റെ ഗൃഹത്തിൽ വന്നതെന്നുള്ള ഭാവത്തോടു കൂടി തന്നെയാണ് ദക്ഷൻ വളർത്തിയത് എന്നുള്ള. പക്ഷെ ഇവിടെ ചില പെശകുകൾ പറ്റണു. ദക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരി എന്നുള്ളവരാ. അത് ദക്ഷൻ പുറത്തല്ല, നമ്മളിൽ തന്നെയാണ്. ദേവിയൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് വരിക, സ്വപ്നത്തിൽ വരിക പറയുമ്പോഴേക്കും നമുക്ക് പിറ്റേ ദിവസം ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാ? ഭർത്താവിനെ അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ വെപ്പ്? ഭർത്താവിന് ആരെയെ കൂടുതൽ ഇഷ്ടം? ഭാര്യയെ. പിന്നെ ആരെയാ ഇഷ്ടം? മക്കളെ. ഇവരെയാണോ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്? ഭഗവാനോട് പറയും, ഭഗവാനെ ഇന്നലെ അങ്ങ് സ്വപ്നത്തിൽ വന്ന് എനിക്കൊരു സ്വപ്നദർശനം തന്നു, നാളെയും ഈ ഒരു ഭാഗ്യം ഉണ്ടായെങ്കിൽ ശരിക്കും സ്വപ്നത്തിന്റെ ഫലമൊക്കെ പോകുന്ന പറഞ്ഞ മറ്റുള്ളവരോട് പങ്കിട്ടുണ്ടെങ്കിൽ. എന്നാൽ നല്ല കാര്യമാണെങ്കിൽ മറ്റുള്ളവർക്ക് പറയും ചെയ്യാം. അസൂയല്ലാത്തവരോട് വേണം നല്ല കാര്യങ്ങൾ പറയാൻ. അസൂയാലുക്കളായിട്ടുള്ളവരോട് നമ്മൾ നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ ചർച്ച ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ദക്ഷന് ഒരു വിഷമം ഉണ്ടായില്ല. അമ്മേണം തൻ്റെ വീട്ടിൽ വന്നേ വളർത്തി വേണ്ട പോലെയൊക്കെ ആക്കി. ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം 15 കുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്ത് കഥ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒക്കെ ആ പേരുകൾ കേട്ടാൽ തന്നെ ഗംഭീരമായിട്ടുള്ള പേരുകളാണ്. ബ്രഹ്മാവിൻ്റെ അങ്കുഷ്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ദക്ഷൻ. കുറച്ച് തലക്കനം കൂടുന്നുള്ളൂ. അതുകൊണ്ട് മഹാദേവനോടൊരു വൈരം. ഈ മഹാദേവനെ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്മാർ പറഞ്ഞാൽ എപ്പോഴും പേരക്കുട്ടികൾ കേൾക്കും. അപ്പോൾ സതീദേവിക്ക് ഇഷ്ടമായി. അവ അച്ഛനോട് ചോദിക്കണല്ലോ, ദക്ഷനോട് ചോദിക്കണല്ലോ. അപ്പോൾ ദക്ഷൻ പറഞ്ഞു, വേണ്ട, എന്തിനാ, എനിക്ക് ആ മഹാദേവനെ പണ്ടേ കണ്ടുകൂടാ. കാരണം തന്നേക്കാൾ ഉയർന്നവരെ കാണണ്ട, അല്ലെങ്കിൽ അവരോട് വിദ്വേഷം വരിക എന്ന് പറഞ്ഞാൽ തൻ്റെ അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് വിചാരിക്കണതാണ് ഏറ്റവും വലിയ പാപം. തനിക്ക് യാതൊരു അറിവുമില്ല. തന്നേക്കാൾ എത്രയോ വലിയ അവതാരമാണ് ആര്? മഹാദേവൻ അല്ലെങ്കിൽ ബ്രഹ്മാവ്. ഇതൊക്കെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഈ ദക്ഷൻ അങ്ങനെയല്ല, തലക്കനം അല്ലെങ്കിൽ അഹങ്കാരം. അതുകൊണ്ട് ഈ മഹാദേവനോട് എപ്പോഴും വൈരം. അപ്പൊ ബ്രഹ്മാവ് എന്ത് വിചാരിച്ചു? മഹാദേവന് ഈ അവസാനത്തെ കുട്ടിയായിട്ടുള്ള സതീദേവി വിവാഹം കഴിച്ചു കൊടുത്താൽ ഇവർ തമ്മിലുള്ള വൈരം ഒന്ന് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ വൈരം കുറയണതിന് പകരം ഈ വിവാഹ മംഗളകർമ്മം ചെയ്തു കൊടുത്തപ്പോൾ ജാമാതാവിനോടുള്ള, മകളുടെ ഭർത്താവായിരിക്കുന്ന ആളെ എത്ര ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം അവഹേളിച്ച വാക്കുകളാണ് പറയണത്. ഒരു കാരണവുമില്ല. തന്നേക്കാൾ വലുതാണ്, അത് പാടില്ല. താനാണ് ഏറ്റവും വലുത്. ഈ ഒരു ഭാവമാണ് നമുക്ക് നമ്മുടെ തലേന്ന് ആദ്യം അടിച്ചു കളയാൻ വേണ്ടി ഭഗവാനോട് നേരത്തെ പറഞ്ഞല്ല. നമസ്കരിച്ച് 108 നമസ്കാരമൊക്കെ ചെയ്യണ പെൺകുട്ടികളെ നമുക്കറിയാം. ഗുരുവായൂര് അവർക്ക് എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തിനു നമസ്കരിക്കണു? തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള കനുണ്ടെങ്കിൽ അത് ഭഗവാനെ ഇവിടെ വെച്ച് അടിച്ചമർത്തി തരണേ. വേണ്ട കാളിയമർദ്ദനം. ആ കാളിയമർദ്ദനെ കൃഷ്ണന്റെ ശ്രീകോവിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കൊടിമരത്തിന്റെ ഇപ്പുറത്തായിട്ട് ദേവസ്വം മാനേജർക്ക് ഇരിക്കണതിന്റെ താഴെയായിട്ട് ഒരു കരിങ്കൽ തൂണിൽ കാണാം നമുക്ക് കാളിയമർദ്ദനം. എന്തിനു തിക്കിത്തിരക്കി അതിൻ്റെ അകത്തേക്ക് പോകാൻ നിൽക്കണം? ആ കാളിയമർദ്ദന കൃഷ്ണനെ പിടിച്ച് കാല് പിടിച്ച് നമ്മൾ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കാം, കൃഷ്ണ അങ്ങ് എങ്ങനെ ആ കാളിയന്റെ ദമം ശമിപ്പിച്ചു? അതുപോലെ മനുഷ്യനാണോ അഹങ്കാരം വന്നിരിക്കും. ആ അഹങ്കാരം ഓരോന്ന് വരുമ്പോഴും അടിച്ചമർത്തി പുറത്തേക്ക് ചാടിച്ച് അഹങ്കാര ശൂന്യമാക്കിയിട്ടുള്ള ഒരു മനസ്സിനോ അല്ലെങ്കിൽ ഒരു ശിരസിനോ അധികാരിയാക്കി തീർക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ കേൾക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും കേൾക്കുന്നുള്ള. പക്ഷെ ഇവിടെ അതല്ല, കൂടുണ്ടായി എന്നുള്ള. അങ്ങനെ സതീദേവി വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നെ വിശ്വസുക്കുകളുടെ ഒരു യാഗം നടക്കണു. ആ യാഗത്തിലേക്ക് ദക്ഷൻ മനഃപൂർവ്വം തന്നെ മഹാദേവനെ ക്ഷണിക്കാതിരിക്കണു. എന്താ വിചാരിച്ചാ നമ്മളും വിവാഹത്തിനൊക്കെ ചെയ്യും. അപ്പൊ ഈ വിവാഹം അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മരണം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശത്രുത മറക്കുക. ശത്രുവല്ല, ശത്രുത. ഇതിനാണ് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യണം. നമുക്ക് മറ്റൊരാളോടുള്ള ശത്രുത നമ്മൾ തന്നെ തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിവാഹാദി മംഗളകർമ്മങ്ങൾ വരുമ്പോൾ എന്ത് വേണം? അവരോട് പോയി പറയുക. നല്ല മനസ്സുള്ളവരാണെങ്കിൽ എന്താ വരും, നമുക്ക് ഒന്നും വേണ്ട അല്ലേ, അവർ വന്ന് ഒരു പിടി അന്നം കഴിച്ചു പോയി എന്താ സന്തോഷം. അന്നദാനം മഹാദാനം ഉച്ച നേരം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും വന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചു പോയാൽ അതും
ഈശ്വരാർപ്പണം. അത്രയേ ഉള്ളൂ. ഇവിടെ ഗംഭീരമായിട്ടുള്ള വിശ്വസുക്കളുടെ യജ്ഞം നടത്തി. മനഃപൂർവ്വം തന്നെ മഹാദേവനെ ക്ഷണിച്ചില്ല. മഹാദേവൻ എന്ത് ചെയ്തു? എനിക്ക് ക്ഷണിക്കൊന്നും വേണ്ട, എൻ്റെ യജ്ഞം നടക്കുന്നിടത്തേക്ക് എനിക്ക് കയറി ചെല്ല, എന്നെ ആരെങ്കിലും ക്ഷണിക്കണോ? അത് വേണ്ടാന്ന് വിചാരിച്ചു മഹാദേവൻ കയറി വരണു. ബ്രഹ്മാവ് വരണു. ആ ദക്ഷൻ തൻ്റെ ശിരസൊക്കെ ഉയർത്തിപ്പിടിച്ച് വരണ സമയത്ത് 2 പേര് മാത്രം നിന്ന് അഭിവാദ്യം ചെയ്തില്ല. ആരാ? ഒന്ന് ബ്രഹ്മാവ്, തൻ്റെ അച്ഛൻ; മറ്റത് തൻ്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന മഹാദേവൻ. കണ്ടപ്പോൾ ദേഷ്യം വന്നു. ആ ദേഷ്യം വന്ന സമയത്ത് മർക്കടലോചന, കുരങ്ങൻ്റെ കണ്ണുള്ളവനെ, പ്രേതാവാസേഷു ഘോരേഷു പ്രേതൈ ഭൂതഗണേവ അടത്യുത്തൻ വൻ നക്കുന്നു യുക്തകേശു, വേണ്ടാത്തൊക്കെ അങ്ങനെ വിളിച്ച് അപകീർത്തിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? അഹങ്കാരം കൂടട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ ഇതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. യാതൊരു ഉത്തരവും പറഞ്ഞില്ല. ഭഗവാൻ അവിടെ എണ്ണീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു എന്ന് പറയാം. അങ്ങനെ നടന്നപ്പോൾ എന്തായി? ഇവൻ വിചാരിച്ചു ഉത്തരം പറയാൻ കിട്ടാഞ്ഞിട്ടാണ്. ഭഗവാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവൻ്റെ അഹങ്കാരം കുറച്ചും കൂടി കൂടും. അത് വേണ്ട, കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ എന്നില്ല. അങ്ങനെ സതീദേവിയായ യജ്ഞസ്ഥലത്ത് പോണു. ദേവിക്ക് ശരീരം വിടണം എന്നുള്ള സമയമാവുമ്പോഴാണ് ദേവി ആരെ വിട്ടു പോണത്? മഹാദേവനെ വിട്ടു പോണത്. ആ ദക്ഷൻ്റെ യജ്ഞശാലയിൽ പോയിരുന്ന് ആ മഹാദേവനെ വേണ്ട തരത്തിൽ യജ്ഞ ഫലം സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ചെയ്ത് കണ്ടില്ല എന്നുള്ള വന്ന ദേവി ആദ്യം സദസ്യർക്ക് നല്ലൊരു സംഭാഷണം കൊടുത്തു, ഉപദേശം കൊടുത്തു. തിരിഞ്ഞു നിന്ന് തൻ്റെ അച്ഛനോടും ഉപദേശം പറഞ്ഞു. തൻ്റെ ശരീരം എവിടെ വെച്ചിട്ട്? ആ യജ്ഞസ്ഥലത്ത് വെച്ച് അങ്ങനെ ചാമ്പലാക്കി കളഞ്ഞു. ആരെ ഓർത്ത്? മഹാദേവനെ ഓർത്ത്. നമ്മളും നമ്മുടെ അവസാന സമയത്ത് മഹാദേവനെ ഓർത്ത്, ഗുരുവായൂരപ്പനെ ഓർത്ത് നമ്മുടെ ശരീരം വിടാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് ആ ശരീരം എടുക്കുമ്പോൾ മഹാദേവനോടോ ഗുരുവായൂരപ്പനോടോ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ തരത്തിലുള്ള ഒരു ജന്മമായിട്ടാവും നമ്മളെയും ഭഗവാൻ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമ്മളെ സൃഷ്ടിക്കുക എന്നുള്ള. അങ്ങനെ ആ ദേവി തൻ്റെ ശരീരം ഉപേക്ഷിച്ച് പിന്നീടാണ് പാർവതിയായി വന്ന് സർവമംഗളങ്ങളും ലോകത്തിന് പ്രദാനം ചെയ്യുന്ന പാർവതീ പരമേശ്വരന്മാരായി ഇരുന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്ന ദക്ഷയാഗം കഥ വിശദമായി പറയാൻ ഉച്ചയ്ക്ക് ശേഷം ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് ധാരാളം വിശദമായിട്ട് തന്നെ ആ ദക്ഷയാഗം കഥ കേൾക്കാം. ഇത്രയും എനിക്കിവിടെ പറയാൻ ഒരവസരം തന്നിട്ടുള്ള നാരായണസ്വാമിയുടെയും അപ്പുച്ചേട്ടൻ്റെയും തൃപ്പാദത്തിൽ, ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളാണ് അവരുടെ എന്ന് വിചാരിച്ച് ആ സാഷ്ടാംഗം മനസ്സുകൊണ്ട് നമസ്കരിച്ച് ആ സജ്ജനങ്ങളുടെ പാദങ്ങളിലൊക്കെ മഹാദേവൻ്റെ തൃപ്പാദാണെന്നും ആ ലക്ഷ്മീദേവിയുടെ തൃപ്പാദങ്ങളാണെന്നും വിചാരിച്ച് നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ആ മഹാദേവനിൽ സമർപ്പിക്കണം.